തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ തന്റെ പ്രവർത്തികളെ ചെയ്യുവാൻ ഇടയായിത്തീരും. വലിയ പ്രതീക്ഷയോടെ കർത്താവിലുള്ള ഉറപ്പിലും ധൈര്യത്തിലും വിശ്വാസത്തിലും നമുക്ക് മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എല്ലാ ദിവസത്തെ പോലെ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ദാരിദ്ര്യത്തിനോ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാവിനോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശമില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന് ആരോഗ്യത്തോടെ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് സകല സമൃദ്ധിയും അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുമാറാവുന്നല്ലോ. ഞാനിവിടെ സൂമിൽ മ്യൂട്ടായിരുന്നു. ഓൾറെഡി ഞാൻ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറഞ്ഞായിരുന്നു. സൂമിൽ കട്ടായി കിടന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കേണ്ട വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നന്ദിയോടെ നമുക്ക് മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ശാപത്തിൽ നിന്നോ വചനം നശിച്ചു പോകുന്നവർക്ക് ശാപത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം? നമ്മൾ ഇന്നലെ കേട്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിലോ രക്ഷിക്കപ്പെടും നമുക്കോ ദൈവത്തിന്റെ ശക്തി ആകുന്നു എന്നിന്നലെ കേൾക്കുവാൻ ഇടയായി തീർന്നു. പിന്നെയും തുടർമാനമായിട്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ മഹത്വം, ശാപവും പാപവും കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ചു. നമുക്ക് വേണ്ടി കർത്താവ് സകലതും നന്മയാക്കി മാറ്റി എന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ നന്ദി പറയാം. പിന്നെയും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. വലിയ പ്രവർത്തികളാൽ കർത്താവ് ഇന്നും നിറയ്ക്കും. വലിയ പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളത്തിൽ നിറയട്ടെ. വലിയ പ്രത്യാശ നിങ്ങളുടെ ഉള്ളത്തിൽ നിറയട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ പ്രവൃത്തിയെ അയച്ച് സകല വിഷയത്തിൽ നിന്നും നമ്മളെ അത്ഭുതമാക്കി മാറ്റും. അതുകൊണ്ട് മുറുക്ക പിടിച്ചോണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ മുറുക്ക പിടിച്ചോണം. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ വരുന്ന ഞായറാഴ്ച UK-യിൽ നമ്മൾ രാവിലെ 10:30 മുതൽ വൈകുന്നേരം വരെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തിയായിരുന്നു. അതിൽ പങ്കുചേരുവാൻ UK-യിലുള്ളവർ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അവധി ഉണ്ടെങ്കിൽ, ഹൃദയത്തിൽ തോന്നിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളെ നിർബന്ധിക്കാത്തതിൻ്റെ കാരണം വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്യുന്നവരുണ്ട്. എങ്കിലും ആർക്കെങ്കിലും അത് മിസ്സായി പോയെന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചുരുക്കം പേരേ ഉള്ളൂ. കുറച്ച് പേരിരുന്നുകൊണ്ട് അന്യഭാഷയിൽ രാജ്യത്തിന് വേണ്ടിയും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തൊട്ടടുത്തോ വരാൻ കഴിയുന്നവരോ ഉണ്ടെങ്കിൽ നിർബന്ധമില്ല. ആഗ്രഹമുള്ളവർ പ്രാർത്ഥിച്ചിട്ട് നിയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ വരിക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് വൈകിട്ട് UK ടൈം 8:30, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സമയം ഏകദേശം ഒരു 2 മണി ഒക്കെ ആകും. അപ്പം 8:30 നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഈ രാജ്യത്ത് UK-യുടെ ദൈവപ്രവർത്തികൾ ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ ചില നിയോഗങ്ങൾ, കർത്താവിൻ്റെ ചില പ്ലാനുകൾ, അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ UK-യിലുള്ളവർക്ക് അരമണിക്കൂറാണ് നമ്മളിന്ന് സൂമിൽ ചെയ്യുന്ന പോലെ തന്നെ ആ ടൈമിൽ പങ്കുചേരുവാൻ. ഈ UK ടൈം 8 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം 2 മണിയായതുകൊണ്ടാണ് എല്ലാവരും പറയാത്തത്. UK-യിലുള്ളവർക്ക് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് UK-യിലോ US-യിലോ ആ ടൈം വരുന്നവർ
ആ ടൈമിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പങ്കുചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടേക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്, അത്ഭുതങ്ങളുടെ സമയമാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിരാശകളെ മാറ്റി കർത്താവിന്റെ പ്രവൃത്തികൾ ഒരുക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള ചില വചനഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടിട്ട്, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാനോ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പാകെ ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, കർത്താവിന്റെ ചോദ്യം ഇതാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് സാധാരണഗതിയിൽ, നമുക്കറിയാം, നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരിക്കും, കർത്താവേ, നിനക്ക് സൗഖ്യമാകുവാൻ വിശ്വാസമുണ്ടോ? അല്ലെങ്കിൽ സഹോദര സഹോദരി, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവിന്റെ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്? നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലേ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു ചോദ്യം അല്ലേ, നിനക്ക് സൗഖ്യമാകുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ ഇവിടെ കർത്താവ് വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം കർത്താവ് ആ വ്യക്തിയോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവിടെ കർത്താവ് ചോദിക്കാൻ കാരണം? നിങ്ങൾ നോക്കിക്കേ, അപ്പൊ കർത്താവിനറിയാം അവൻ രോഗിയാന്ന്, കർത്താവിനറിയാം അവന് രോഗത്താൽ അവൻ ഭാരപ്പെടുവാണ്, കർത്താവിനറിയാം അവന്റെ ജീവിതത്തിൽ അവന് സൗഖ്യം ആവശ്യമാണ്. പക്ഷെ അവനോട് വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കാതെ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? അപ്പൊ ആ മനുഷ്യന്റെ മറുപടി തിരിച്ചു നോക്കിയ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ ഇറക്കാൻ ആരുമില്ല, എനിക്കും മറ്റൊരാൾ വെള്ളത്തിലേക്ക് ചാടുന്നു. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചതാണ് മനസ്സ്. എന്തുകൊണ്ടാണ് കർത്താവ് മനസ്സുണ്ടോ എന്ന് ചോദിച്ചത്? അപ്പൊ നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ വിശ്വാസം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മനസ്സ്. ഇദ്ദേഹത്തിന്റെ മനസ്സിനോട് കർത്താവ് ചോദിക്കുവാണ്, നിനക്ക് വിശ്വാസമുണ്ടോ എന്നല്ല, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പൊ ഞാൻ ആദ്യം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മനസ്സിന്റെ അകത്താണ് ഈ പിടിവലി മൊത്തം നടക്കുന്നത്. നിങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ദൈവം പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ട്, കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തുമെന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടുമെന്നൊക്കെ നമുക്ക് ഉറപ്പുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നതും ഭാരപ്പെടുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മനസ്സ് അഥവാ ഹൃദയം. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് ഭാരങ്ങൾ, ടെൻഷനുകൾ, ആകുലതകൾ, ഭയങ്ങൾ, നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ അനാവശ്യ ചിന്തകളൊക്കെ പ്രവേശിക്കുന്ന, അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മനസ്സ്. അതുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥവും നമുക്കറിയാൻ വേണ്ടി നേരെ നമുക്ക് സദൃശവാക്യങ്ങളിലേക്ക് ഒന്ന് പോകാം. സദൃശവാക്യം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നോക്കിയേ, ഈ ഹൃദയവും അവിടെ കൊടുത്തിരിക്കുന്നത് മനസ്സാണ് കേട്ടോ. നമ്മുടെ ഹൃദയം എന്നുള്ളത് മനസ്സാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അടുത്ത വാക്യത്തിൽ പറയുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ആദ്യം പറയുന്ന വാക്ക് നോക്കിയേ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുകയും സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഉള്ളത്തിൽ കടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം വിവേകമുണ്ട്, നമ്മുടെ മനസ്സിന്റെ അകത്ത് ദൈവാശ്രയവുമുണ്ട്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ വിവേകം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ വിവേകം വളരെ ഷാർപ്പാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് നമ്മുടെ വിവേകം. നമുക്കറിയാം, ലോകത്തിൽ ദൈവത്തിന്റെ കൃപയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ കണ്ടുപിടിച്ചതും പലതും അവന്റെ ബുദ്ധിയിൽ ദൈവം കൊടുത്ത വിവേകം ഉപയോഗിച്ചാണ്. അവന് വിവേകമുള്ളത് കൊണ്ടാണ് നമ്മളിപ്പം ഈ കാണുന്ന കമ്പ്യൂട്ടറുകളും ഈ കാണുന്ന എല്ലാ സാമഗ്രികളിലും നമ്മളിപ്പോൾ കണ്ടും കേട്ടും ഉപയോഗിക്കുന്നൊക്കെ ചെയ്തത് മനുഷ്യ നിർമ്മിതമാണ് അല്ലേ, മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇതിന് ദൈവം കൊടുത്തൊരു വിവേകമാണ്. ഈ ഐഡിയകളെല്ലാം വരുന്നത് വിവേകത്തിന്റെ അകത്താണ്.
ഇവിടെ ബൈബിൾ പറയുന്നു, ദൈവാശ്രയത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പൊ യേശുക്രിസ്തു വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പൊ നിന്റെ മനസ്സ് എവിടെയായിപ്പോ ഇരിക്കുന്നത്? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടോണം. എനിക്ക് മനസ്സുണ്ടെന്നല്ല പറഞ്ഞത്, പകരം പറയുന്ന വാക്ക് നോക്കിയേ. രോഗി യേശുവിനോട്, യജമാനനെ, വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. നോക്കിയേ, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പാകെ ഇറങ്ങുന്നു ഉത്തരം പറഞ്ഞു. അപ്പൊ ഈ യേശു ചോദിച്ചത്, നിന്റെ ഉള്ളത്തിൽ നിനക്കൊരാഗ്രഹമുണ്ടോ സൗഖ്യമാകുവാൻ? അവൻ പറയുന്നത്, എനിക്ക് ആഗ്രഹം മാത്രം പോര കർത്താവേ, എന്നെ ഇറക്കുവാൻ ആരെങ്കിലും വേണം. അപ്പൊ വ്യത്യാസം നോക്കിയേ. യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് ആരെങ്കിലും അവനെ പിടിച്ചിറക്കിക്കൊണ്ട്, ആരെങ്കിലും അവനെ സഹായിച്ച്, അവനെ പൊക്കിയെടുത്ത് ആ കലങ്ങി മറിയുന്ന ദൂതൻ കലക്കുന്ന വെള്ളത്തിൽ ഇറക്കി അവനെ സൗഖ്യമാകുവാൻ അവന്റെ ആശ്രയമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ ദൈവത്താൽ ഒരു സൗഖ്യം. എന്താ ദൈവത്താൽ ഒരു സൗഖ്യത്തിന്റെ പ്രത്യേകത? ദൈവത്താൽ ഒരു സൗഖ്യം അവന് ആവശ്യമുണ്ടെങ്കിൽ അവനെ എടുത്തു പൊക്കിക്കൊണ്ട് പോകുവാൻ ആരുടെയും ആവശ്യമില്ല. ഇത് തന്നെയാണ് സദൃശവാക്യത്തിൽ പറയുന്നത്. നോക്കിയ വാക്യം നോക്കിയേ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, നിന്റെ സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അതിനടുത്ത വാക്യം പറയുന്നു, നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ഇവിടെ നിങ്ങൾ നോക്കിയേ. അപ്പൊ കർത്താവിന്റെ വചനത്തിൽ, ഞാൻ ഇതിന്റെ തുടക്കം മുതൽ വായിക്കാവേ. സദൃശവാക്യം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, മകനെ എന്റെ ഉപദേശം നീ മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക, അവൻ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മനോജ് ബ്രദറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നു, മോൻ ഒരു സ്വപ്നം കാണാൻ ഇടയായി തീർന്നു. പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില അനുഭവങ്ങളായിരിക്കും. നമ്മൾ സ്വപ്നത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മരിക്കുന്നതും നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിക്കുന്നതുമായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഒരു സ്വപ്നം കാണുവാണ്, പെട്ടെന്നൊരു പെടുമരണം, പെട്ടെന്നൊരു മരണം സംഭവിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ഉടനെ ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ആ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എണീറ്റതിന് ശേഷം നമ്മൾ ഭയപ്പെടാറുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ എൻ്റെ ബ്രദറെ, ഞാനിത് കണ്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയില്ലേ? ഞാനിപ്പോൾ കണ്ട കാഴ്ച പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയില്ലേ എന്നൊരു ചിന്ത വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചിന്തിച്ചോണം. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പിശാചിൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും അവൻ അയച്ചുകൊണ്ടേയിരിക്കും. പിശാചിന്റെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ദീർഘായുസല്ല. നോക്കി, ഇവിടെ നിങ്ങൾ നോക്കിയേ. ബൈബിൾ പറയുന്നു, മകനെ എൻ്റെ ഉപദേശം നീ മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനയെ കാത്തുകൊള്ളണം. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായെങ്കിൽ ബൈബിൾ പറയുന്നു, അവൻ നിനക്ക് ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പൊ കർത്താവിന്റെ വചനം ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ വന്നാൽ അതിന്റെ അർത്ഥം അവന് ദീർഘായുസ് ഉണ്ടാകും, അവന് സമാധാനം വർദ്ധിക്കും. അപ്പൊ ഇതിന് വിരോധമായി നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ, നിങ്ങളുടെ പെടുമരണം സംഭവിക്കുന്നതും അനർത്ഥം സംഭവിക്കുന്നതും വണ്ടി ഇടിച്ചു മരിക്കുന്നതും നിങ്ങൾ പെട്ടെന്ന് ചെറുപ്രായത്തിലെ നിങ്ങൾ മരണപ്പെട്ടു പോകുന്നതും പ്രായം എത്താതെ നിങ്ങൾ അവസാനിച്ചു പോകുന്നതും ഒന്നും ദൈവത്തിന്റെ പ്ലാൻ അല്ല. ദൈവത്തിന്റെ പദ്ധതി ദീർഘായുസാണ്. ദൈവത്തിന്റെ പ്ലാൻ ദീർഘായുസാണ്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ദീർഘായുസോടെ ഇരിക്കാൻ വേണ്ടിയാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയത്തിൽ നോക്കിയേ, നമ്മുടെ മനസ്സ് എത്രയോ പ്രധാനപ്പെട്ടൊരു ഘടകമാ. ഒരു സ്വപ്നം കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്നൊരു ഇമോഷനാണ്. പെട്ടെന്നൊരു സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഭയത്തോടെ ചാടി എണീക്കും, നമ്മൾ പെട്ടെന്ന് ദൈവസന്നിധിയിൽ ഞെട്ടിപ്പോകും. എന്തുകൊണ്ടാണ്? മനസ്സിന് വളരെ ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ ലാപ്ടോപ്പിലും മൊബൈലിലും ഒക്കെ നമ്മൾ ഈ സൂം പ്രയർ കാണുന്ന സമയത്ത് ഏതോ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്ത് ഊരിത്തിരിഞ്ഞ ഒരു ചിന്തയാണ് ഇതെല്ലാം. ഏതോ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിലത്തുനിന്ന് കുഴിച്ചെടുത്തതല്ല മൊബൈലും ലാപ്ടോപ്പും ഒന്നും, അയാളുടെ മനസ്സിൻ്റെ അകത്തുണ്ടായ ഒരു ഐഡിയ ആണ്.
അപ്പൊ മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ മനസ്സിന്റെ അകത്ത് നിങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? ദൈവം, ആ വാക്യം നോക്കിയ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. അപ്പൊ പൂർണ്ണ ഹൃദയം എന്തുവാ? അടുത്ത വാക്യം വെച്ച് നോക്കി, കറക്റ്റാണ്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പൊ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നിങ്ങളുടെ മനസ്സിന്റെ അകത്തൊരു വചനമുണ്ടെങ്കിൽ ആ വചനത്തിൽ നിങ്ങൾ എങ്ങനെ ആശ്രയിക്കണം? പൂർണ്ണമായും ദൈവത്താൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം നടക്കാൻ കഴിയാതെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹത്തിന് കൈകാലുകൾ ചലിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് നാവ് ചലിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് കാഴ്ചയില്ല, ഒന്നും കഴിയാത്തൊരു മനുഷ്യനാ. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യന് അവിടുന്ന് എണീറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകണമെങ്കിൽ 2 or 3 പേരുടെ സഹായം ആവശ്യമാണ്. ഒരു കാലിന് ബലം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ആ കാലേൽ ഊന്നി എണീറ്റ് നടക്കുവാൻ ശ്രമിക്കും. 2 കാലിൽ ബലമുണ്ടെങ്കിൽ ആ 2 കാലേൽ നടക്കുവാൻ ശ്രമിക്കും. ശരീരത്തിന് കൈയും കാലും തളർന്നിരിക്കുക. എന്നാൽ ഇത് മുഴുവൻ തളർന്നിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കത്തില്ല, സ്വന്തം കഴിവിൽ ആശ്രയിക്കത്തില്ല, മറ്റൊരാളെ വിളിക്കും. ഇവിടെ 38 സംവത്സരമായി രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ മൊത്തം ആഗ്രഹം, ആരെങ്കിലും എന്നെ കൊണ്ടുവന്ന് വെള്ളത്തിലിടണം. നോക്കിക്കേ, അയാൾക്ക് സൗഖ്യമാകും എന്ന വിശ്വാസത്തെക്കാൾ ഉപരി ആരെങ്കിലും എന്നെ കൊണ്ടുവന്ന വെള്ളത്തിൽ ഇട്ടാൽ ഞാൻ സൗഖ്യമാകും. യേശു ആദ്യം വന്ന് ബ്രേക്ക് ചെയ്തത് നിന്നെ ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോയി വെള്ളത്തിൽ ഇടുവെന്നല്ല. നിന്റെ മനസ്സിന്റെ അകത്ത് ഒറ്റ ചോദ്യം, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് നീ സൗഖ്യമാകുമെന്ന്. ആരും സഹായിച്ചിട്ടല്ല. അപ്പൊ കിടന്ന കിടപ്പിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു വെള്ളത്തിന്റെ നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് വേഗത്തിലൊന്ന് പോകാവേ. യോഹന്നാന്റെ ആ ഒരു മണ്ഡപത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. അപ്പൊ രോഗക്കിടക്കയിൽ കിടക്കുന്ന ഈ ഒരു മനുഷ്യൻ നോക്കിക്കേ, 38 സംവത്സരമായി രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ, തളർവാദം പിടിച്ചു കിടക്കുവാണ്. കൈയും കാലും ചിലപ്പോൾ ചലിക്കാൻ പറ്റാതെ വാ മാത്രം അനക്കുന്ന ഈ മനുഷ്യൻ, ചെവി കേൾക്കാം, കണ്ണ് കാണാം, മൂക്കുമൊക്കെ ശ്വസിക്കാം, പക്ഷെ ചലിക്കാൻ കഴിയത്തില്ല. ഈ മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു നിമിഷം നിങ്ങൾ ആ വ്യക്തിയുടെ ഒപ്പം ഒന്ന് കണ്ണടച്ച് കർത്താവിന്റെ ചോദ്യം ഒന്ന് കാതിലൊന്ന് മുഴങ്ങിക്കേ. നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ വ്യക്തി പറയുകയാണ്, കർത്താവെ, എന്നെ പൊക്കിയെടുത്തുകൊണ്ട് വെള്ളത്തിലിടാൻ ആരുമില്ല. അതിന്റെ അർത്ഥം കൈയും കാലും ചലിക്കാൻ പറ്റാത്ത എനിക്ക് എങ്ങനെ സൗഖ്യമാകാൻ കഴിയും? കർത്താവിന്റെ ചിന്ത, ദൈവത്തിന്റെ ആഗ്രഹം മനസ്സും മുഴുവനും നിറയ്ക്കണം. എൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഒരു തരി പോലും എൻ്റെ എഫേർട്ടില്ല, എൻ്റെ കഴിവില്ല, എൻ്റെ പ്രാപ്തിയില്ല, എൻ്റെ അനുകൂല സാഹചര്യമില്ല, സഹായിക്കാൻ വ്യക്തികളില്ല. പൂർണ്ണമായും ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിൻ്റെ അകത്ത് ഉറപ്പിക്കണം. മനസ്സിൻ്റെ അകത്ത് ഉറപ്പിക്കണം. സദൃശവാക്യത്തിലെ വാക്യം നോക്കിയേ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. എന്താണ് ഈ പൂർണ്ണ ഹൃദയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫുൾ കൺട്രോള് ദൈവത്തിലായിരിക്കണം, ഫുൾ നിയന്ത്രണം. നിങ്ങൾ ഈ ഫ്ലൈറ്റ് പോയ ആരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടത്തിൽ ഫ്ലൈറ്റ് കയറിപ്പോയ ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവര്? നമ്മൾ ഒട്ടുമുക്കാൽ ആൾക്കാർ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾക്കൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ കാറിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് കുറെ അഭിപ്രായങ്ങളുണ്ട് അല്ലേ? ആ ഡ്രൈവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടൊക്കെ തിരിച്ച് പറയൂ, ചേട്ടാ നേരെ നോക്കി വണ്ടി ഓടിക്കുക. ചിലപ്പോൾ ഇടത്തോട്ട് പോകേണ്ട ആള് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട, ചേട്ടാ നേരെ ആ ഇൻഡിക്കേറ്റർ ഇട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചില അഭിപ്രായങ്ങൾ കാറിലും ഓട്ടോറിക്ഷയിലും ബൈക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ പുറകെ ഇരുന്നുകൊണ്ട് ഓടിക്കാറുണ്ടല്ലേ? ഇടത്തോട്ട് തിരിക്കും, വലത്തോട്ട് തിരിക്കും, സ്പീഡ് കുറച്ചു പോ, പയ്യപ്പോ. നമ്മുടെ ചില നിയന്ത്രണങ്ങൾ ഈ പോകുന്ന വാഹനങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ പെട്ടെന്ന് ഓട്ടോക്കാർ സ്പീഡിൽ പോവുക, ചേട്ടാ പയ്യപ്പോ, ധൃതിയൊന്നുമില്ല. നമ്മൾ ചില അഭിപ്രായങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയും അല്ലേ? പക്ഷെ ഫ്ലൈറ്റേ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ അവിടെ ഒരു അഭിപ്രായം പറയാൻ നമുക്ക് വോയിസ് ഇല്ല. നമ്മൾ കേട്ട് പൈലറ്റിനോട്, പൈലറ്റ് പയ്യപ്പോ, അങ്ങോട്ട് ഇടത്തോട്ട് തിരിക്കുക, വലത്തോട്ട് തിരിക്കുക, ഇല്ല. അവിടെ നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല, നമുക്കവിടെ വോയിസ് ഇല്ല. ആ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് റിലാക്സ് ചെയ്തിരിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇതാണ് പൂർണ്ണാശ്രയം. ദൈവം എനിക്ക് വേണ്ടി വചനത്തിൻ്റെ അകത്തൊരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, എൻ്റെ ബ്രദറെ, എന്നെ സഹായിക്കാനേറ്റ പലരും എൻ്റെ മുമ്പിൽ വാതിലടച്ച്, ബ്രദറെ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? എൻ്റെ ബ്രദറെ, എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ പറ്റുന്നില്ല ബ്രദറെ, എന്തിനാ സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി ചിന്തിക്കുന്നത്?
ഈ 38 വർഷമായി കിടക്കുന്ന ഒരേ കിടപ്പിൽ കിടക്കുന്ന മനുഷ്യനോട് കർത്താവ് ചോദിക്കും, നിനക്ക് മനസ്സുണ്ടോ? ഇതാ ശ്രദ്ധിച്ച്, അവന്റെ ഉള്ളത്തിൽ മുഴുവനും നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് നീ പൂർണ്ണമായും ഒരാളുടെ സഹായത്താലല്ല. തെളിവ് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം നോക്കിയാൽ മതി. കർത്താവ് ചോദിച്ചതിന്റെ മറുപടിയായിട്ട് മനുഷ്യൻ അദ്ദേഹം പരസ്പര ബന്ധമില്ലാത്ത കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അയാൾ പറയുകയാണ്, യജമാനനെ വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലേക്കാക്കുവാൻ എനിക്ക് ആരുമില്ല. ചോദിച്ചോ കർത്താവ്, ചോദിച്ചോ കർത്താവ്, നിനക്ക് ആരൊക്കെ ഉണ്ടെന്ന്? എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചോ? നിനക്ക് എങ്ങനെയാണ് സൗഖ്യം ലഭിക്കേണ്ടെന്ന് ചോദിച്ചു? ഇല്ല. അടുത്ത വാക്യം പറഞ്ഞു നോക്കി, ഇത് ഞാൻ എങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും തളർന്ന മനുഷ്യൻ ചെല്ലുന്നത്? ഉരുണ്ടും പിടിച്ചുമൊക്കെ ആയിരിക്കും. ഇദ്ദേഹം നിരങ്ങി അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും, കൈയും കാലും തളർന്ന വ്യക്തിക്ക് എന്തായാലും അവിടെ നിന്ന് നീന്തി പോകാൻ പറ്റത്തില്ല. ഇനി ആരെങ്കിലും അദ്ദേഹത്തെ വലിച്ചുകൊണ്ടോ എടുത്തുകൊണ്ടോ ഒക്കെ പോയി അവിടെ ചെല്ലുമ്പോൾ അതിനു മുമ്പേ ആരെങ്കിലും വെള്ളത്തിലേക്ക് എടുത്ത് ചാടി സൗഖ്യം പ്രാപിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കർത്താവിന് നിങ്ങളോട് ഈ വചനത്തിലൂടെ ഇടപെടുവാൻ ഒറ്റ ആഗ്രഹമുള്ളൂ. നമ്മുടെ മനസ്സിനെ വളരെ ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സിനെ വളരെ സൂക്ഷിക്കുക, മനസ്സിൻ്റെ അകത്ത് മുഴുവനും നിറയ്ക്കുക. എൻ്റെ ദൈവം എനിക്ക് വഴി തുറക്കും. 4 അതിരും കെട്ടിയടച്ചാലും, സകല വാതിലും അടഞ്ഞാലും, സകല ഡോറുകളും ക്ലോസ് ആയാലും, ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിലില്ല എന്ന് പറഞ്ഞാലും, എൻ്റെ ബ്രദറെ, എനിക്ക് നല്ലതായിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് നല്ലപോലെ ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ പോലും എനിക്ക് മനസ്സില്ല ബ്രദറെ, എൻ്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുക ബ്രദറെ, ഞാൻ എന്നാ ചെയ്യുമെന്ന് പറയേണ്ടതല്ല, ഇപ്പൊ പറയണം, ഇതാണ് എൻ്റെ അത്ഭുതത്തിൻ്റെ സമയം. എന്താ അങ്ങനെ പറയാൻ കാരണം? എൻ്റെ വഴി മുഴുവൻ അടയുമ്പോൾ ഞാൻ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെ ബുദ്ധിയിൽ ഞാൻ ഊന്നുന്നില്ല. സൊല്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ മൊബൈല് കണ്ടുപിടിച്ചതൊരു മനസ്സാ, മനസ്സിൻ്റെ അകത്തുണ്ടായ ഒരു ചിന്ത, ഒരു ഐഡിയയാ. അപ്പൊ ഇതിന് കുറെ ഐഡിയ തരാൻ പറ്റും, ഇതിന് കുറെ സൊല്യൂഷൻ തരാൻ പറ്റും, ഇതിന് കുറെ നിങ്ങളെ എന്താ പറയുന്നത്, കുറെ ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ പറ്റും. പക്ഷെ അവിടെ ഒന്നും കുടുങ്ങിപ്പോകാതെ, ഇല്ല എൻ്റെ ബ്രദറെ, എൻ്റെ കർത്താവേ, എനിക്ക് നല്ല ഉറപ്പാ, ഇനി മനുഷ്യർക്ക് എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല, ഇനി ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ, ഈ 38 വർഷമായിട്ടുള്ള ഈ തളർവാദ രോഗിയുടെ അവസ്ഥയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ, രക്ഷ പ്രാപിക്കുക. ഇന്നു മുതൽ പറയുക, സകല വഴിയും അടയുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാ, പൂർണ്ണമായും ഞാൻ ഇതിന് രക്ഷപ്പെട്ടു വരും. കംപ്ലീറ്റ് ആയി എനിക്ക് ഡെലിവറൻസ് ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ പൂർണ്ണ ആശ്രയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്താൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു ബോധ്യം വരണം. ഞാൻ പറഞ്ഞല്ലോ, മനസ്സ് വളരെ ഷാർപ്പാണ്, മനസ്സ് വളരെ അനുഗ്രഹമാണ്. കർത്താവ് നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനസ്സും ബുദ്ധിയുമാണ് തന്നിരിക്കുന്നത്. പക്ഷെ അതിൽ ഊന്നരുത്. വചനം പഠിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, വചനം പറയുമ്പോൾ നമുക്ക് പലപ്പോഴും, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ വലിയൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുക, ഇന്നാൾ പറഞ്ഞിട്ടുള്ളതല്ലേ, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചിട്ട് പറയും, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ, ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർക്ക് നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഈ സൂമിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഈ സൂം പ്രയറിലേക്ക് വരാൻ പറ്റും. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ ആ സൂമിലേക്ക് വരാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇപ്പം തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ആ കമൻറ്റ് ബോക്സിലുണ്ട്, അത് പിൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു സകല വഴിയും അടഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചിട്ട്, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ എന്ന് നമ്മൾ പറയുന്ന സമയത്ത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തും നമുക്ക് ടെൻഷൻ വരത്തില്ലേ? ഞാൻ പറയും, സിസ്റ്ററെ, കർത്താവ് അത്ഭുതം ചെയ്യും കേട്ടോ, എന്താ പിന്നെ ഒരു ടെൻഷൻ? കർത്താവ് ചെയ്യുമെന്ന് നമുക്കറിയാം. ബ്രദർ അത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളത് കേട്ടു, എന്താ ടെൻഷൻ? നമ്മുടെ ബുദ്ധി ഭയങ്കര ഷാർപ്പാ, നിങ്ങൾ മനസ്സ് ഭയങ്കര സ്ട്രോങ് മൈൻഡാണ് നിങ്ങളുടെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മനസ്സ് ഭയങ്കര ഷാർപ്പായതുകൊണ്ടാണ്. അവിടെ എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. ഈ ബ്രദർ പറഞ്ഞതുപോലെ ദൈവം എനിക്ക് ചെയ്യുമെന്ന് മാനുഷിക ബുദ്ധിയിൽ, സ്വന്തം വിവേകത്തിൽ ഉത്തരം കിട്ടുന്നില്ല, അതിലൊരു ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിൻ്റെ അകത്ത് നിമിഷ നേരം കൊണ്ട് എങ്ങനെയാണ് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നതെന്നൊരു ഉത്തരം കിട്ടാത്തത് കൊണ്ട് ടെൻഷൻ അങ്ങോട്ട് വർദ്ധിച്ചു. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഭയങ്കര മനഃശക്തിയുള്ളവരാ,
മനഃശക്തി എന്ന് പറഞ്ഞാൽ മനസ്സ്, വിവേകം വല്ലാതെ കൂടിയവരാ നിങ്ങൾ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ കണ്ടുപിടിക്കുന്നതും കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതും ഒക്കെ ദൂതന്മാരൊന്നുമല്ല. ദൈവം മനുഷ്യന്റെ ഉള്ളത്തിൽ കൊടുത്ത ചില ഐഡിയകളാണതല്ല. മനുഷ്യൻ ഒരിക്കലും ഒന്നും നേടാൻ കഴിയത്തില്ല ദൈവത്തിന്റെ സഹായമില്ലാതെ. കാര്യം മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ശ്വാസമാണ്. അത് വന്നതുകൊണ്ടാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രവർത്തനങ്ങൾ മുഴുവനും ദൈവസഹായത്തിലാണ്. അപ്പൊ ഇതിനെന്നാ പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മനസ്സ്. ദേഹം, ദേഹി, ആത്മാവിന്റെ 3 ഘടകത്തിൽ ഈ ദേഹവും ആത്മാവിൽ ദേഹി എപ്പോഴും ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അതാണ് ഈ മനസ്സിന്റെ അകത്ത്. ഈ മനസ്സിലാണ് പിശാച് ഏറ്റവും കൂടുതൽ നമ്മളെ ട്രിക്കുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സഹോദരി അത്ഭുതം കാണാൻ വേണ്ടി പോവാ. ആമേൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോൺ വെച്ച് കഴിഞ്ഞ ഉടനെ മനസ്സിന്റെ അകത്ത് ഭയങ്കര ഒരു ടെൻഷൻ കയറി വരിക. അങ്ങനെ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. നിങ്ങൾ മടി കൂടാതെ പറയുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതി. ചിലരെ മിണ്ടാതിരിക്കും, ഉണ്ടെങ്കിലും മിണ്ടത്തില്ല. അപ്പൊ നമുക്കെല്ലാം എന്തുണ്ട്, ഒരു ടെൻഷൻ കയറി വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ കയറി വരുന്നറിയാവോ? നമ്മുടെ മനസ്സ് വളരെ ഷാർപ്പാണ്. നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ടും ആക്റ്റീവാണ്. ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ചിട്ടിപ്പൈസയെ കുറിച്ചുള്ള വറി നമുക്കില്ല, നമ്മുടെ കൊച്ചിന്റെ ഭാവിയെപ്പറ്റി നമുക്കൊരു വറിയില്ല, നമ്മൾ കുടുംബ ജീവിതം എന്തായിട്ട് നമുക്കൊരു വറിയില്ല, നമ്മൾ വളരെ ഫ്രീ, ഒരു വറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ടിരിക്കും. ഒന്നിനെ പറ്റി നമ്മൾ വറി ചെയ്യത്തില്ല, അല്ലേ? വളരെ ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ പിന്നെ നമ്മൾ ഒന്നും അറിയത്തില്ല, പറയത്തില്ലേ? ബോധം കെട്ട് ഉറങ്ങുക. എന്താ ആ സമയത്ത് നിങ്ങൾ ഈ ഫിനാൻസ് ഒക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാത്തത്? എന്തുകൊണ്ട് ആ സമയത്ത് നിങ്ങളുടെ വേദനകളെ ഓർത്ത്, ഭാരങ്ങളെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാത്തത്? ആ സമയത്ത് നിങ്ങളുടെ ബുദ്ധി, അഥവാ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ബോധ മനസ്സ്, ഉപബോധ മനസ്സല്ല, ബോധ മനസ്സ് അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? അവിടെ ഡൗൺ ആയിരിക്കുന്നു. നിങ്ങൾ ഉറങ്ങിയ സമയത്ത് നിങ്ങളുടെ ബോധ മനസ്സിൽ എന്ത് സംഭവിച്ചു? ഉറക്കം വന്ന സമയത്ത് ബോധ മനസ്സ് അവിടെ ഡൗൺ ആയിട്ട് ഉപബോധ മനസ്സാക്കി. ഇപ്പൊ 2 മനസ്സുണ്ട്, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ബോധ മനസ്സ് അവിടെ ഡൗൺ ആയി. അപ്പൊ ആ സമയത്ത് ടെൻഷൻ ഇല്ല. പെട്ടെന്ന് ചാടി എണീറ്റ് ഒരു സ്വപ്നം കണ്ടു. ഉപബോധ മനസ്സിൽ ഒരു സ്വപ്നം കണ്ടു, വലിയൊരു അനർത്ഥം ഉണ്ടാകാൻ വേണ്ടി പോകുന്ന സ്വപ്നം കണ്ടപ്പോൾ ഉപബോധ മനസ്സിൽ കണ്ട സ്വപ്നം ബോധ മനസ്സിലേക്ക് വന്നപ്പോൾ ഭയമായി. പെട്ടെന്ന് ശരീരം പ്രതികരിച്ചു, ചാടി എണീറ്റു, പെട്ടെന്ന് വെട്ടി വീർത്തു, ടെൻഷൻ കയറി, ഹാർട്ട് ബീറ്റ് കൂടി. പെട്ടെന്ന് എൻ്റെ കർത്താവേ, എന്തോ വലിയതൊന്ന് വരാൻ വേണ്ടി പോവാ, ഞാൻ പെട്ടെന്നൊരു മരണം സംഭവിക്കാൻ വേണ്ടി പോവാ. പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചു, ഉപബോധ മനസ്സ്, ബോധ മനസ്സ് പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയിലേക്കും ശരീരത്തിലേക്കും അത് വ്യാപരിച്ചു. നോക്കിയേ, ഇവിടെ സദൃശവാക്യക്കാരൻ പറയുന്ന നോക്കിക്കേ, മകനെ, എന്റെ ഉപദേശം നീ മറക്കരുത്. അപ്പൊ എന്താ ഈ മറക്കരുതെന്ന് പറഞ്ഞാൽ? മറക്കരുതെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഓർക്കണമെന്നാണ്. നമ്മൾ പറയത്തില്ലേ, മറന്നു പോകരുത് കേട്ടോ. കടയിൽ പോകുമ്പോൾ നമ്മൾ ഓർക്കത്തില്ല, എപ്പോഴും സാധനങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് പോകുന്നു. എന്തിനാ? അവിടെ ചെല്ലുമ്പോൾ മറന്നു പോകാതിരിക്കാൻ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബോധ മനസ്സിൽ, നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും നിങ്ങളുടെ അകത്തോട്ട് കയറണം. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? അതിനൊറ്റ വഴി മാത്രമേ ഉള്ളൂ. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം? കർത്താവിന്റെ വചനം. എന്താ കർത്താവിന്റെ വചനം? ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന്, ബൈബിൾ പറയുന്നു, ദീർഘായുസ് കൊണ്ട് കർത്താവ് എനിക്ക് തൃപ്തി വരുത്തും, ഒരനർത്ഥവും എനിക്ക് വരുത്തില്ല. ഇതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് നിറയ്ക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന എല്ലാ ദിവസവും എന്തുകൊണ്ടാണെന്നറിയോ? ഇന്നലെ നമ്മൾ പറഞ്ഞ വചന ചിന്ത എന്നാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചാടി പറയുന്നില്ലേ? അതിന്റെ കാരണം നിങ്ങൾ ആ മനസ്സിൽ ആ വചനങ്ങളെയും ചിന്തകളെയും സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇനി എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾ പെട്ടെന്നൊരു സ്വപ്നം കാണുക. പെട്ടെന്ന് ആ സ്വപ്നത്തിന്റെ അകത്ത് ഒരു സ്വപ്നം കാണുക, നിങ്ങൾ പോകുന്ന വണ്ടി ഇടിക്കുന്നു, നിങ്ങൾ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ആരെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വണ്ടി ഇടിക്കുന്നു, പെട്ടെന്ന് മരണം ഉണ്ടാകുന്നു. അങ്ങനെ പെട്ടെന്ന് ചാടി എണീറ്റ് ചേറി വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് വചനമുണ്ടെങ്കിൽ ഉടനെ ആ വചനം ആക്റ്റീവ് ആകും. ആ വചനം ആക്റ്റീവായിട്ട് നിങ്ങൾ തന്നെ പറയും, ഇല്ല, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല.
ആമേൻ. അപ്പൊ ഉടനെ ഇത് ആക്റ്റീവ് ആകും. അപ്പൊ നമ്മുടെ മനസ്സുമായിട്ട് എന്താ ഇതിന്റെ കണക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് പറഞ്ഞ് പഠിക്കണം. എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും പറഞ്ഞ് പഠിക്കണം. ദൈവത്താൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു വിഷയം ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറ. ഏതെങ്കിലും ഒരു വിഷയം ഒന്ന് പറഞ്ഞ്, ഏതെങ്കിലും ഒരു വിഷയം. മകളുടെ മകളുടെ കല്യാണം. ആ, മക്കളുടെ വിവാഹം. മകളുടെ വിവാഹത്തെ പറ്റി നിങ്ങൾ ഭയങ്കര ഭാരപ്പെടുവാണ്. കയ്യിലാകെ ഉള്ളത് ഒരു വചനമാണ്, ഉൽപ്പത്തി പുസ്തകം. ദൈവം തക്ക തുണയെ തരും. അപ്പൊ ചെറുക്കനെ കണ്ടിട്ടില്ല, ചെറുക്കൻ്റെ വീട്ടുകാരെ അറിയത്തില്ല, ചെറുക്കൻ എവിടുത്താന്ന് അറിയത്തില്ല, ചെറുക്കൻ്റെ സ്വഭാവം അറിയത്തില്ല, ചെറുക്കൻ്റെ ജീവിത നിലവാരം നമുക്കറിയത്തില്ല. ആകെയുള്ള ഒരു കാര്യം, ദൈവം എനിക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൾക്ക് തക്ക തുണയെ തരും. നോക്കിയാണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു അമ്മാവനോ ആൻറ്റിയോ വന്നിട്ട് പറയൂ, ചെറുക്കനെ പറ്റി വല്ല അറിയാവോ? നമുക്ക് പറയാം അറിയത്തില്ല. അവൻ്റെ ജീവിതം എന്നറിയാം അറിയത്തില്ല, അവൻ്റെ മനസ്സെങ്ങനെ നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ നമുക്കറിയാം കെട്ടിച്ചുകൊണ്ട് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കല്യാണം നടത്തിയിട്ട് അവസാനം പിറ്റേ ദിവസം മരണപ്പെടുന്ന വാർത്തകൾ. സ്ത്രീധനത്തിൻ്റെ പേരിൽ മറ്റു വലിയ വഴക്കുണ്ടായി. അനേക കുടുംബത്തിൻ്റെ അകത്ത് നല്ല ചെറുക്കനായിരുന്നു, നാട്ടുകാർ പറയുന്നു അയ്യോ നല്ല മര്യാദക്കാരനായിരുന്നു, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, നമുക്കറിയത്തില്ല. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവെ തക്ക തുണയെ തരണം, തക്ക തുണയെ തരണം. അപ്പം ബ്രദറിനെ വിളിച്ച് ബ്രദറെ കല്യാണം നടക്കണം, കാശൊന്നുമില്ല, കല്യാണത്തിന് പൈസ വേണം, അതിന് വേണം ഇതിന് വേണം, എല്ലാത്തിനും ആവശ്യങ്ങളുണ്ട്, ബ്രദർ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയും, സഹോദരി തക്ക തുണയെ കർത്താവ് തരും. യഹോവ ഈര്, ദൈവം കരുതും, അത്ഭുതമായിട്ട് നടക്കും. ഫോൺ കട്ട് ചെയ്തപ്പോൾ ടെൻഷൻ, സ്വർണം എടുക്കണം, കല്യാണത്തിന് ചിലവുണ്ട്, കാറുകാരന് ചിലവുണ്ട്, ഫുഡിന് ചിലവുണ്ട്. ഇങ്ങനെ ആകുലതകൾ പെട്ടെന്ന് വരാൻ കാരണം ബ്രദർ ആകെ പറഞ്ഞത് യഹോവ ഈര, ദൈവം കരുതും. എവിടുന്ന് കരുതും? അപ്പൊ ബുദ്ധി പെട്ടെന്ന് ആക്റ്റീവ്. ഞാൻ പറഞ്ഞു ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് നമ്മളെ നടക്കുന്ന പ്രോസസ്സാണ്. പെട്ടെന്ന് മനസ്സ് ചിന്തിച്ചു, ദൈവം എങ്ങനെ കരുതും? 10 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നിരിക്കട്ടെ, ഈ 10 ലക്ഷം രൂപ തരാനുള്ള ആരും എൻ്റെ സർക്കിളിൽ ഇല്ല. നിമിഷ നേരം കൊണ്ട് നടക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ. പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് ഈ ഭാരം വന്നത്, ഈ ഒരു 10-20 ലക്ഷം രൂപ തരാനുള്ള ആരും എൻ്റെ കൂടെ ഇല്ല. എൻ്റെ ഭർത്താവിനെ കൊണ്ട് പറ്റത്തില്ല, മക്കളെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ അമ്മാവനോ ചേടത്തിയോ കുടുംബക്കാരും അത്രയും വലിയ തുക തരാനില്ല. ഇതൊന്നും ഇല്ല എന്ന് മനസ്സിന് ബോധ്യമുള്ളത് കൊണ്ട് യഹോവ ഈരെ എന്നുള്ള വചനം കേട്ടപ്പോഴേ തന്നെ മനസ്സ് ഡൗൺ ആയി. പിന്നെ മനസ്സിൻ്റെ അകത്തുനിന്ന് മൊത്തം വരുന്നത് ആകുലതകൾ, ഭാരങ്ങൾ, ടെൻഷനുകൾ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അപ്പം ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം, കർത്താവ് എനിക്ക് ഒരു കുറവും വരാതെ എൻ്റെ മകളുടെ കല്യാണം ദൈവം ഇറങ്ങി വന്ന് നടത്തി തരും. അതിൻ്റെ അകത്ത് ഫുഡിൻ്റെ ആയിക്കോട്ടെ, ട്രാവലിംഗ് ആയിക്കോട്ടെ, സ്വർണമായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ദൈവം തരും, എല്ലാം ദൈവം തരും. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നടക്കുമ്പോൾ A to Z കാര്യങ്ങൾ, പൂർണ്ണാശ്രയം. നിങ്ങൾ നോക്കിയേ, സദൃശവാക്യത്തിലെ വാക്യം നോക്കിയേ, നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ആ വാക്യങ്ങൾ സ്ത്രീനെ നോക്കിയേ, സ്വന്തം വിവേകത്തിൽ ഊതുന്നുണ്ടായി പ്രശ്നം മൊത്തവും. ഇതിനെ വളർത്തരുത്, സ്വന്തം വിവേകത്തെ. മനസ്സിലെപ്പോഴും പറഞ്ഞു പഠിക്കണം, ദൈവം കരുതും. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലൈറ്റേ കയറുമ്പോൾ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കാൻ അവിടെ ഇരിക്കുന്ന പൈലറ്റിനോട് പറയാൻ പോവോ? ഇല്ല. അങ്ങോട്ട് ചെല്ലാൻ പോലും പറ്റത്തില്ല എന്ന് നമുക്കറിയാം. നമ്മൾ ഒരിക്കലും പൈലറ്റിന് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല. പൈലറ്റിനോട് പറയുക, ആ പോകുന്ന വഴിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ, നമുക്ക് ഇടതുവശം വഴി ചേർന്ന് പോകാം എന്ന് നിങ്ങൾ ആരും പറയത്തില്ല. കാരണം വെച്ചാൽ നമുക്കറിയാം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഒറ്റ വഴിയേ ഉള്ളൂ, അവിടെ അങ്ങ് ഇരിക്കുക, സീറ്റ് ബെൽറ്റ് ഇട്ട് അങ്ങ് ഇരിക്കുക, ബാക്കിയെല്ലാം പൈലറ്റ് ഓടിച്ചോളും. ഇതിൻ്റെ പേരാണ് ആശ്രയം. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചില്ല എങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, കയറി വരാൻ കഴിയത്തില്ല. നിങ്ങളുടെ ടെൻഷൻ കാരണം നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയെല്ലാം, നമ്മൾ പറയത്തില്ല, ഈ ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ പൊക്കോണ്ടേയിരിക്കും. പറയണം, എൻ്റെ കർത്താവേ, എൻ്റെ മുമ്പിൽ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എല്ലാ വഴി അടയുമ്പോഴും കർത്താവിൽ ഞാൻ പൂർണ്ണമായ ദൈവം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട്, എനിക്കറിയത്തില്ല കർത്താവ് ഏതാ സാധ്യത, എവിടെയാ വഴി, ഏതാ ഡോറ്, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, പൂർണ്ണ വിടുതൽ കാണും. ഇത് പ്രൊമോട്ട് ചെയ്യുക.
ഈ ഒരു വാക്ക് എപ്പോഴും നിങ്ങൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബോധമനസ്സ്, ഉപബോധ മനസ്സ്, നിങ്ങളുടെ ചുറ്റുവട്ടം ഇതൊക്കെയും കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നോക്കിയേ, ആ തൊട്ടുമുള്ളത്തെ വാക്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. മകനെ, എൻ്റെ ഉപദേശം നീ മറക്കരുത്, എൻ്റെ ഹൃദയം നിന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ നിനക്ക് ഏതാ? നമ്മുടെ മനസ്സിലുള്ള വചനങ്ങൾ നിനക്ക് ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. നോക്കി, വർദ്ധിപ്പിച്ചു തരും. അപ്പൊ ഇത് വർദ്ധിപ്പിച്ച് സമാധാനം ഇപ്പൊ ഉണ്ടോ? ഇല്ല ബ്രദറെ, ഒരു സമാധാനം ഇല്ല. സമാധാനം കിട്ടാൻ വേണ്ടി ബ്രദറിനെ വിളിച്ചത്, കിട്ടുന്ന പോലും ഇല്ല ഫോണിൽ. കണ്ടോ? സമാധാനം ഇല്ലാത്തോടെ ലോകത്തുള്ള എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുക ബ്രദറെ, ഒരു സമാധാനമില്ല. കാര്യം വർദ്ധിക്കുന്നില്ല. സമാധാനം വർദ്ധിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്ത് കയറണം. ദൈവം നടത്തും. അയ്യോ, ഞാൻ ചോദിച്ചോട്ടെ, ദൈവം എങ്ങനെ നടത്തും? ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് ഈ രാത്രിയിൽ ഇന്ത്യൻ സമയം 9 മണിക്ക് സൂമിൽ കയറി ഇരുന്നു കൊണ്ട് ഒരു വെള്ളവും കുടിച്ച്, ചിലപ്പോൾ ചോറൊക്കെ ഉണ്ട്, ഡിന്നറൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ വന്നിരുന്നില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ദൈവം ആരോഗ്യം തന്നതുകൊണ്ടല്ലേ? ആണോ അല്ലയോ? അവിടെ നിങ്ങൾ പറയല്ല ബ്രദറെ, ഞാൻ എൻ്റെ ആരോഗ്യത്തെ കാത്ത് സൂക്ഷിച്ചത് കൊണ്ടാണ്. ഒന്നുമല്ല. ദൈവം എനിക്കൊരായുസ് തന്നു, ദൈവം എനിക്ക് ആരോഗ്യം തന്നു. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഇന്ന് സൂമിൽ കയറാൻ പറ്റിയെങ്കിൽ ഇതാണ് വലിയ കാര്യം. ഒരു വ്യക്തി ഒരു ദിവസം ജീവിക്കുക എന്നുള്ളത് വലിയ കാര്യമല്ലേ? നമ്മൾ എത്ര സമ്പാദിച്ചാലും ഒറ്റ അറ്റാക്ക് വന്നാൽ തീർന്നു പരിപാടി, എല്ലാം പോയി. അപ്പൊ ജീവൻ ദൈവത്തിന് തരാൻ കഴിയുമെങ്കിൽ പറയണം, എൻ്റെ കർത്താവിന് ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അങ്ങനെ നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടണം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇതാണ് കർത്താവ് അവനോട് ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ? അപ്പൊ മനസ്സിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് നോക്കുക. തൊട്ടുമുള്ളിൽ യേശു വെച്ച വാക്ക് എന്താണ്? സഹോദര, നിനക്ക് വിശ്വാസം ഉണ്ടോന്നല്ല ചോദിച്ചത്, മനസ്സുണ്ടോ? നിന്റെ മനസ്സ് റെഡിയാണോ? ആഗ്രഹം ഉണ്ടോ നിനക്ക്? ദൈവം നിനക്ക് ചെയ്യുമെന്ന് പൂർണ്ണമായി ഉറപ്പുണ്ടോ? നമ്മൾ പലപ്പോഴും പറയത്തില്ല ബ്രദറെ, നമ്മൾ പറയത്തില്ല എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല ബ്രദറെ, എനിക്ക് അറിയത്തില്ല ബ്രദർ, എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നുമില്ല. ഞാനതൊന്നും അല്ല ചോദിച്ചത്. നിങ്ങളുടെ അകത്തോട്ട് പറയണം, എനിക്കൊന്നും അറിയത്തില്ല കർത്താവേ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ദൈവം എന്നെ പൂർണ്ണമായും രക്ഷിക്കും. അതിൻ്റെ അകത്ത് എൻ്റെ അവിശ്വാസമുണ്ട്, എൻ്റെ പിറുപിറുപ്പുണ്ട്, എൻ്റെ കുറവുണ്ട്, എൻ്റെ ബലഹീനതയുണ്ട്, എൻ്റെ അവിശ്വാസമുണ്ട്, അസാധ്യതകളുണ്ട്, സഹായിക്കാൻ ആരും, ഇതെല്ലാം എൻ്റെ തൊണ്ടെന്നേ. അതെല്ലാം നിൽക്കുമ്പോൾ പറയണം, പൂർണ്ണമായും ദൈവത്തിൻ്റെ കൺട്രോളിലാണ് ഞാൻ പോകുന്നത്, ദൈവത്താലാണ് ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എൻ്റെ യേശുവേ, ഇന്ന് ഞാൻ ദൈവത്താൽ സാക്ഷിയാകും. എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണമേ. എപ്പോഴും സകല ഡോറുകളും അടയുമ്പോൾ, സകല വഴികളും അടയുമ്പോൾ ഇതാകുന്നു ദൈവത്തിൻ്റെ സമയമെന്ന് ഉറപ്പിക്കണം. ഞാൻ പറഞ്ഞു, നമ്മുടെ മൈൻഡിൻ്റെ അകത്ത് ടെൻഷൻ വരാൻ കാരണം സാധ്യതകൾ കാണാതെ വരുന്നത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിള്ളേരൊക്കെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിക്കാൻ ഇടയാ തുടർന്നു. ആ സഹോദരിയുടെ മോള് ഒരു വിദേശ യാത്രത്തിൽ നിന്ന് യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. പാതി വഴിയിൽ ഫ്ലൈറ്റിന് എന്തോ ഇന്ന ഫ്ലൈറ്റിൽ ഇന്ന സമയത്ത് എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്ലൈറ്റ് എന്തോ കാര്യം കൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യാൻ മിഡിൽ ഈസ്റ്റിൽ വന്ന് ഇറങ്ങിയിട്ട് വരാൻ വേണ്ടിയായിരുന്നു. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് ബന്ധപ്പെടാൻ അറിയത്തില്ല. ഈ ആൻറ്റി ടെൻഷൻ അടിച്ച് എന്നെ വിളിച്ചു, ബ്രദറെ, മോൾ അവിടെ നിന്ന് പുറപ്പെട്ടത് എനിക്ക് മെസ്സേജ് അയച്ചു, പക്ഷേ ആ ഫ്ലൈറ്റിൽ ആളില്ല, എന്നാ സംഭവിച്ചെന്ന് അറിയത്തില്ല, അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കാതെ ഇന്ന സമയത്ത് അവിടെ എത്തുന്ന പറഞ്ഞത്. ആ സമയം കഴിഞ്ഞിപ്പം മണിക്കൂർ 2 or 3 ആയി, എനിക്ക് കണക്ഷൻ കിട്ടുന്നില്ല. ആരെ ബന്ധപ്പെടണം, എങ്ങോട്ട് ബന്ധപ്പെടണം, ഒന്നും എനിക്കറിയത്തില്ല. വലിയ ഭാരം. അവസാനം 3-4 മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഒരു കോൺടാക്റ്റ് മോൾ വന്നു. ഞാൻ വന്ന ഫ്ലൈറ്റ് എന്തോ ഡിലേ ഉണ്ടായിട്ട് അവർ വേറൊരു കണക്ഷൻ ഫ്ലൈറ്റ് തന്നു. എനിക്ക് ആ സമയത്ത് നെറ്റ്വർക്ക് കിട്ടിയില്ല. എനിക്ക് പറയാനോ ഇൻഫോം ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അത് ആ 3-4 മണിക്കൂർ എന്താ പറഞ്ഞത്, വേറൊരു ഫ്ലൈറ്റ് കണക്ഷൻ എടുത്ത് വേറെ സ്ഥലത്ത് പോയിട്ട് പിന്നെ കണക്ട് ചെയ്തിട്ടാണ് മിഡിൽ ഈസ്റ്റിലേക്ക് വന്നത്. അപ്പം ഈ സമയം കാത്തിരുന്ന ആളുടെ അകത്ത് ടെൻഷൻ വന്നു. എന്തുകൊണ്ട് ടെൻഷൻ വന്നതിൻ്റെ കാരണം കണക്ഷൻ കിട്ടുന്നില്ല. അതായത് അവർ ഉദ്ദേശിക്കുന്നത് പോലെ പ്ലാനുകളൊന്നും വർക്കാകാതെ വന്നു. അവർ ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കാതെ വന്നപ്പോൾ ബുദ്ധി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. എന്തോ അനർത്ഥം പറ്റി. പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഫ്ലൈറ്റ് ഒന്ന് മാറിപ്പോയി. ബുദ്ധി അന്വേഷിച്ചിട്ട് ഉത്തരം കിട്ടാതെ വന്നപ്പം ടെൻഷൻ കയറി. നന്ദി കർത്താവേ, എൻ്റെ യേശുവേ, ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, നന്ദി കർത്താവേ.
പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കൂടെ ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായി നന്ദി പറയുന്നപ്പ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ, വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നല്ലോ അപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. എൻ്റെ കൂടെ നന്ദി പറഞ്ഞ് യേശുവേ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് ഇങ്ങനെ ഒരു വാക്ക് പറയും. കോട്ടയത്ത് ഈ കുറുപ്പന്തറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടയത്ത്. ആ കുറുപ്പന്തറയെന്ന് ഉള്ളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊരു പ്രദേശമാണ്. അങ്ങോട്ട് കയറിപ്പോകുന്ന വഴിയിൽ ഉള്ള ഒരു ഭവനം, അങ്ങനെ ഒരു സ്ഥലം എൻ്റെ മനസ്സിൽ വന്നത്. കുറുപ്പന്തറയിൽ നിന്നും അകത്തോട്ട് കയറിപ്പോകുമ്പോൾ ഉള്ളൊരു സ്ഥലമാണ്. അത് ഞാൻ കാണുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വീടിനോട്ട് കയറുന്നതിന് മുമ്പായിട്ടൊരു ഒരു പള്ളിയുടെ കപ്പോളയുണ്ട്. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം പിന്നെയും കുറച്ചും കൂടെ കയറിപ്പോണം. അങ്ങനെ ഒരു സ്ഥലമാണ് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നത്. എനിക്കറിയത്തില്ല കർത്താവ് അങ്ങനെ ഇടപെടുന്ന അങ്ങനെ ഒരു സ്ഥലമാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂമിലോ ലൈവിലോ പറയപ്പെടുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ ലൈവിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. കർത്താവ് പറയുന്നു, അനർത്ഥങ്ങൾ വിട്ടൊഴിയാൻ വേണ്ടി പോകുന്നു, ദൈവപ്രവൃത്തികൾ അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ കൃപ അവിടെ പെരുകുന്നല്ലോ, കൃപ അവിടെ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇന്ന് അത്ഭുതം ആ ഭവനത്തിനകത്തുണ്ടാകുന്നല്ലോ. ആ കേൾക്കുന്നത് ഏത് വ്യക്തിയായിക്കോട്ടെ, എവിടെ ഇരുന്നായിക്കോട്ടെ, എൻ്റെ യേശുവെ ഇന്ന് കർത്താവ് തൊടുന്നല്ലോ. കോട്ടയത്ത് കുറുപ്പന്തറ എന്ന് പറയുന്നൊരു സ്ഥലമാണ് എന്നെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്നെ കേൾക്കുന്ന വ്യക്തി എവിടെ ആയിക്കോട്ടെ അത് സ്വീകരിച്ചോണം. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവെ നന്ദി കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ പറയുന്നൊരു മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഈ മുരളിക്ക് ഒരു പെങ്ങളുണ്ട്. ആ രണ്ട് വ്യക്തികളെയും കണക്ട് ചെയ്ത് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കുന്നു എന്ന് പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്നല്ലോ. ഇപ്പോൾ കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടായി വരട്ടെ അപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. നന്മകൾ ഇന്നവിടെ തുറക്കുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്. ഇന്നത് ആരാ ഇത് പറയാൻ വേണ്ടി ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജ് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലേ? ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ ടൈപ്പ് ചെയ്തല്ലോ മെസ്സേജ്. വോളിയം കുറവാണ്. പറഞ്ഞു. ബ്രദറെ, എന്റെ പേര് ബിന്ദു എന്നാ ബ്രദറെ. എന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ മകളാണ് കുറുപ്പന്തറ. ഈ പറഞ്ഞ സ്ഥലവും ആ പോകുന്ന ലൊക്കേഷനും ഒക്കെ സിസ്റ്റർ കേട്ടായിരുന്നോ ബ്രദറെ? ആ കുടുംബത്തോട് പറഞ്ഞ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി എന്ന് വെളിപ്പെടാൻ വേണ്ടി വലിയൊരു അനർത്ഥം ഇന്ന് അവിടെ നിന്ന് മാറിപ്പോവാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ഈ കർത്താവിനെ കാണിക്കുന്നത് വലിയൊരു അനർത്ഥം, അപകടം, ദുഃഖവാർത്ത ആ ഭവനത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ഉയർന്നു വരുവാൻ ഇന്ന് ദൈവം അത് മാറ്റിവിടുന്നു എന്ന് പറയുന്ന കുടുംബത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കർത്താവിന്റെ വലിയ മഹത്വം എന്ന് അവിടെ ദൈവം ചെയ്യുന്നല്ലോ. ആരാധന യേശുവേ, ആരാധന യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവിനോട് പറയുന്ന ഒരു ശകുന്തള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ആ ഭവനത്തിൻ്റെ മേൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭവനത്തിൻ്റെ മേൽ വിധി പറഞ്ഞിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, ആ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു പ്രായമായ അമ്മച്ചിയെ കർത്താവിനെ കാണിക്കുന്ന ആ ഒരു അമ്മച്ചിയുടെയും ആ കുടുംബം അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചില വെല്ലുവിളികൾ സംഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ അകത്ത് ചില നഷ്ടങ്ങളിലൂടെ കടന്നുപോയൊരു കുടുംബമാണ്. എന്നാൽ കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ഇന്ന് കർത്താവിൻ്റെ വലിയൊരു സമാധാനം എന്നോടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ്
ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്താട്ടെ. കർത്താവിന്റെ വലിയൊരു സാക്ഷ്യത്തെ പറയാൻ വേണ്ടിയാണ് വീണ്ടും സഹോദരി എന്റെ ഭർത്താവിന്റെ സഹോദരിയാണ് ശൗന്തള. അവർക്ക് കേസ് നടക്കുന്നുണ്ട് സ്ഥലത്തിന്. അത് ഏകദേശമൊക്കെ ഇരിക്കുകയാണ്. അതിനെ ഏറ്റെടുക്കുന്നു. ഈ സ്ഥലത്തിന്റെ കേസ് അവർക്കാണുള്ളത്. ഉണ്ട്. ഉണ്ട്. നേരത്തെ പറഞ്ഞ മുരളിയും എന്റെ ഹസ്ബൻഡാണ്. മുരളി ശൗന്തള സിസ്റ്ററുടെ ഹസ്ബൻഡാ ഈ രണ്ട് ആലോചനയും സഹോദരിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ഇവരുടെ ഈ ആണാണ്. വസ്തു വിഷയം വല്ലോ പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ നേരത്തെ? ഇല്ല ബ്രദറെ, ഇല്ല. 50 വർഷം കൊണ്ട് നടക്കുന്ന കേസാണ്. അതിപ്പോ ഒരുവിധം ആയി. പക്ഷെ ഒരു പട്ടയം കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. തഹസീൽദാർ ഇങ്ങനെ മാറ്റി 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 വെക്കുന്നുണ്ട്. ഓ, അത് 50 വർഷമായിട്ടുണ്ടായിരുന്ന ഓ, ഇന്ന് കർത്താവ് ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കാൻ വേണ്ടി സിസ്റ്റർ ഇവരുടെ പറയുന്നത് അയച്ചു കൊടുക്കും കേട്ടോ. ഇത് കുടുക്കാണത്, അത് വലിയൊരു കുരുക്കാണ്. 50 വർഷമായിട്ടിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്ന കുരുക്കാണ് ആ വസ്തുവിന്റെ മേൽ. അത് കർത്താവിന് തൊടാൻ വേണ്ടി പോവാണ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ. ആ മുരളി എന്ന് പറഞ്ഞ ഹസ്ബൻഡ് അല്ലേ? ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോ. കർത്താവ് ഇന്ന് കുടുംബമായിട്ട് നിങ്ങളെ സാക്ഷിയാക്കാൻ വേണ്ടി പോകണം. വലിയൊരു സമാധാനം ഈ ദിവസങ്ങളിൽ സ്വസ്ഥത ദൈവം തരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ ഞങ്ങളുടെ കൃപ വർദ്ധിക്കട്ടെ, കൃപ വർദ്ധിക്കട്ടെ. എൻ്റെ കർത്താവെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കും. ഒരു സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഭവനം. അതിൻ്റെ അകത്ത് അവകാശികൾ പലതുണ്ട്. പക്ഷെ ഒരു ക്രയവിക്രയങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ ലോക്കായി കിടക്കുകയാണ് ആ സ്ഥലം. നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന മാറ്റം ഉണ്ടാകുന്നില്ല. ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട് മാത്രമേ ഉള്ളൂ, താമസമൊന്നുമില്ല. ആ പറമ്പ് സ്ഥലം അവിടെ തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് ചില അവകാശികൾ കടന്നുകൊണ്ട് മൊത്തവും അത് കലക്കി, ഒരു വെള്ളം കലക്കി വെച്ചിരിക്കുന്നത് പോലെ കലങ്ങി കിടക്കുകയാണ് ആ വീട്. ഇന്ന് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ അന്ന് വിറ്റുപോയാൽ ആ സ്ഥലം ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ആശ്വാസമാണ്. പക്ഷെ കുരുങ്ങിക്കിടക്കുക. എത്ര നോക്കിയിട്ടും അത് ഊരിപ്പോരാൻ കഴിയാത്ത വണ്ണം വലിയൊരു ഊരാക്കൊടുക്ക് പോലെ കിടക്കുവാണ്. എന്നാൽ ഇന്ന് ആ കുടുംബത്തിൽ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ വസ്തുവിന്റെ മേലുള്ള സകല വിഷയങ്ങളും, അവിടെ താമസമൊന്നുമില്ല, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുവാണ്. ആ വസ്തുവിന്റെ മേലുള്ള സകല വിഷയങ്ങളും ഇപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തി, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ആമേൻ. ചേട്ടന്റെ മകളുടെ സ്ഥലമാണ്. എന്റെ വീടാണ്. ഞങ്ങൾ 8 പേരെ അവകാശികളുണ്ട്. എല്ലാവരും പരസ്പരം വിരുദ്ധമായിട്ട് എന്റെ ഒരു ആങ്ങളെ വിശ്വാസത്തിലല്ലാത്തതുകൊണ്ട് അവര് വിൽപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ബ്രദറെ. അതിങ്ങനെ കുരുങ്ങി കിടക്കാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീട് പോയിക്കൊണ്ടിരിക്കണേന്ന്. അവിടെ ആരും താമസക്കാരും ഒന്നുമില്ല. അച്ഛനമ്മയും മരിച്ചുപോയി. ഞങ്ങള് 8 മക്കളുണ്ട്. പക്ഷെ ഒരാങ്ങള ഒരിക്കലും സമ്മതിക്കൂല, ഇപ്പിക്കൂലെന്ന് വാശിയിൽ ഇട്ടുകൊണ്ടിരിക്കണേന്ന് ബ്രദറെ. ഞാനിത് പ്രാർത്ഥിക്കുമ്പോ കർത്താവിന്റെ ഉള്ളത്തിൽ ഒരു ഷാജി എന്ന് പറയുന്ന വ്യക്തിനെ കർത്താവ് കണക്ട്. അതെ, ഷാജി മൂത്ത ചേട്ടനാണ് ബ്രദറെ. മൂത്ത മോനാണ് ഈ അമ്മയുടെ അച്ഛന്റെ ഷാജി. കർത്താവ് അത് കണക്ട് ചെയ്ത കേട്ടോ. ഇന്ന് സിസ്റ്റർ ഈ ഷാജി എന്നാണ് മൂത്ത ചേട്ടന്ന് വല്ല കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് വല്ലോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഓ, കർത്താവ് ഇന്നത് പ്രവചനത്താൽ ഇടപെടുക കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ആ കുരുക്കാണത് സിസ്റ്ററെ. നമുക്ക് നന്മയാകാതെ തമ്മി തല്ലിപ്പിച്ച് കുടുംബക്കാർ ഇടയിൽ പോയി സമാധാനത്തെ കളയുന്ന ആ കുരുക്കാണത്. അതുകൊണ്ടാണ് പലപ്പോഴും അതിൻ്റെ അകത്തൊരു ഒത്തുതീർപ്പോ സമാധാനമോ വരാത്തത്. നമ്മളെ കാണാത്ത പല വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ ഷാജി എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് തൊടും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ വ്യക്തിയെ തൊടുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അതിൻ്റെ അകത്ത് വലിയൊരു സമാധാനം ഉണ്ടാവും. അയാളുടെ മേലാണ് ഈ സ്പിരിറ്റിന്റെ സ്വാധീനം ഇരിക്കുന്നത്, പിശാച് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോ സകല സ്വാധീനങ്ങളും വിട്ടുമാറട്ടെ. ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. കർത്താവിന്റെ വലിയ അത്ഭുതം ഇന്ന് അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ വസ്തുവിന്റെ കുരി കഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച ആ വിഷയത്തിന്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നപ്പ, ആ ബന്ധനം ഇന്ന് അഴിയുന്നപ്പ. ഓ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ കർത്താവ് എത്രത്തോളം നമ്മളെ കാണാൻ എല്ലാവരും പ്രാർത്ഥിച്ച്. ഞാൻ പറഞ്ഞില്ല, സിസ്റ്ററുടെ ആങ്ങളുടെ പേര് ഷാജിയും നമുക്കറിയത്തില്ല, അവരുടെ വിഷയം നമുക്കറിയത്തില്ല. പക്ഷെ ഇന്ന് കർത്താവ് അത് വ്യക്തമായി തൊട്ടിരിക്കുന്നു. യേശുവേ, നന്ദി കർത്താവേ.
എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രശ്നങ്ങളെ തൊടുക. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇന്ന് കേട്ടതുപോലെ തന്നെ മനസ്സൊന്ന് ഉറച്ച് യേശുവിന് എല്ലാ ഭാരങ്ങളും വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയട്ടെ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു ജേക്കബ് വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എടുത്ത് കാണിച്ചു. ജേക്കബ് വർഗീസ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി കർത്താവ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്, ജേക്കബ് വർഗീസിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ചില വ്യക്തികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 പേരായിട്ട് ആ ഭവനത്തിൽ വന്ന് വിസിറ്റ് ചെയ്ത് സംസാരിച്ചു പോയ ഒരു ഭവനമാണ്. ജേക്കബ് വർഗീസ് എന്ന് പറയുന്ന ഒരു പേരാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു വിടുതൽ സംഭവിക്കുന്നതായിട്ട് പറയുന്നു. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കുമെന്ന വചനശക്തി ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ വ്യക്തിയെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചോണം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി പിതാവേ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു വരട്ടെ. ഓ ഹാലേലൂയ, നന്ദി കർത്താവേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നോട് പറയുന്നതാണ്, എസ്തേർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു പറഞ്ഞു. എസ്തേറിന്റെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് പറയുന്നത്. എസ്തേറുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചാട്ടെ. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന വചനത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. വലിയ നന്മകളാൽ സ്വർഗം തുറക്കാൻ വേണ്ടി പോകുന്നു. വലിയ നന്മകളാൽ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വം പറയാൻ വേണ്ടിയാണ് നിങ്ങൾ മ്യൂട്ട് മാറ്റിയത്. അല്ലെങ്കിൽ മൈക്ക് നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ. നന്ദി കർത്താവേ. നിങ്ങൾ ആലോചന ഇടപെടുന്നവർ നിങ്ങൾ മെസ്സേജ് അയക്കരുത്. നിങ്ങൾ കഴിവതും മ്യൂട്ട് മാറ്റി പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ കുഴപ്പമില്ല. വീടിൻ്റെ അകത്ത് അത്രയും പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ മാറ്റണ്ട. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശുവേ, നന്ദി കർത്താവേ. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1986 ബോംബെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബോംബെ അല്ല, ബോംബെയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത്, അതായത് മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ തന്നെയാണ്. അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ വിസിറ്റ് ചെയ്ത് പോകേണ്ടി വന്നു. എന്നാൽ കുറേ നാൾ അവിടെ ജോലി ചെയ്തതിന് ശേഷം കുടുംബത്തിൽ ഒരാൾ അവിടെ മടങ്ങി വന്നു. ആ ഒരു മടങ്ങി വന്നതിൻ്റെ 10 വർഷത്തിന് കഴിഞ്ഞ സമയത്ത് ഒരു രോഗം ആ ശരീരത്തിൽ പിടിക്കപ്പെട്ടു. ആ കുടുംബം ഈ ഒരു സമയത്ത് ആ ഒരു പോക്കും വരവും അതിന് ശേഷമുള്ള ഒരു 10 വർഷവും അതിനുള്ള കാലഘട്ടം കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്തിരി ഭാരത്തോടെയൊക്കെ കഴിയാൻ ഇടയായി തീർന്നു. എന്നാലുകൊണ്ട് കർത്താവ് പറയുന്നത്, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങയുടെ അത്ഭുതം ഇന്ന് അവിടെ തുടങ്ങട്ടെ. അപ്പ ഇൻ ദ നെയിം, എസ്തേർ എന്നുള്ളത് പേര് മോളാന്ന് അയച്ചത്. അത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ ഏറ്റെടുത്താൽ മതി. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഈ പറഞ്ഞ ആലോചനയുമായി ബന്ധപ്പെട്ട കർത്താവെ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിൻ്റെ മേലുള്ള സകല ശാപങ്ങളും പൊട്ടിമാറട്ടെ. സകല വിഷയങ്ങളും ഇന്ന് പൊട്ടിമാറട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ. അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു വരട്ടെ. പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ദൈവത്താൽ നന്മ തുറക്കട്ടെ. അപ്പ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. എൻ്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ഒന്ന് പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മുറിവ് എൻ്റെ സൗഖ്യമാണ്. ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്. അത്ഭുതം എൻ്റെ അവകാശമാണ്. ദൈവപ്രവൃത്തി എൻ്റെ അവകാശമാണ്. കാൽവരി ക്രൂശിലൂടെ കർത്താവ് എനിക്ക് വേണ്ടി മുഴുവലയും കൊടുത്തതുകൊണ്ട് എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് എൻ്റെ അത്ഭുതമാണ്. ശരീരത്തിൽ കൈവച്ചിട്ട് പറ, രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ഒരാത്മാവിനോ എൻ്റെ ശരീരത്തിൻ്റെ മേലെ അവകാശമില്ല. ഇപ്പോൾ ഞാൻ പൂർണ്ണ സൗഖ്യത്തെ സ്വീകരിക്കുകയാണ്. യേശുവേ, നന്ദി കർത്താവേ.
ആ വേദനകൾ നിങ്ങളെ വിട്ടുമാറട്ടെ കർത്താവ്. എല്ലാ ശാപങ്ങളും വിട്ടുമാറട്ടെ. ആരെങ്കിലും കർത്താവ് കുടുക്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാ പാരമ്പര്യ ശാപങ്ങളും എല്ലാം ഇപ്പോൾ വിട്ടുമാറട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. സകല തടസ്സങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. ദീർഘായുസ്സ് അവരുടെ മേൽ ഉണ്ടാകട്ടെ. അപ്പ ഞങ്ങളിപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അങ്ങ് കൃപയാൽ സഹായിക്കുന്നല്ലോ അപ്പ, കൃപയാൽ അങ്ങ് സഹായിക്കുന്നല്ലോ. ഈ നിമിഷം തന്നെ രോഗശക്തികൾ വിട്ടുമാറട്ടെ. രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. വേദനകൾ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ സംഭവിക്കുക. പൂർണ്ണ സൗഖ്യം നിങ്ങളുടെ മേൽ സംഭവിക്കുക. രോഗശക്തികൾ നിങ്ങളെ വിട്ട് മാറിക്കൊണ്ടിരിക്കുക. രോഗത്തിന്റെ ആത്മാക്കൾ ഇപ്പോൾ എവിടെയാണോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്ന് ചെക്ക് ചെയ്തേ, ആ വേദനകൾ ഇപ്പോൾ തന്നെ ശരീരം വിട്ട് പറിച്ചു ദൈവം മാറ്റുക. പൂർണ്ണ സൗഖ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. പൂർണ്ണ അത്ഭുതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. യേശു ക്രിസ്തുവിന്റെ മുറിവിനാൽ കർത്താവെ ആരോഗ്യത്തെ കൽപ്പിക്കുന്നപ്പോ ആ വേദന അവിടെ ഇല്ല, ആ ബുദ്ധിമുട്ട് അവിടെ ഇല്ല. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നപ്പാ. എൻ്റെ കൂടെ നന്ദി പറഞ്ഞ് യേശുവേ, ഇതെൻ്റെ അത്ഭുതത്തിന്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാനൊരു അത്ഭുതമാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പോ പൂർണ്ണ സൗഖ്യത്താൽ എൻ്റെ ദൈവം എന്നെ നിറയ്ക്കുന്നതിന് നന്ദി. പൂർണ്ണ സൗഖ്യത്താൽ എൻ്റെ കർത്താവ് എന്നെ നടക്കുന്നതിന് നന്ദി. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾക്ക് നന്ദി. ചെക്ക് ചെയ്ത വേദന ഉള്ള ഭാഗത്തോട്ട് നോക്കിക്കേ. ആ നടുവേദന, കൈവേദന, എവിടെയാണോ നിങ്ങളുടെ വേദന അതവിടെ ഇല്ല. യേശു സൗഖ്യമാക്കിയിരിക്കുന്നു, അത്ഭുതം ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു കഴിഞ്ഞു, വലിയ പ്രവൃത്തികളെ ചെയ്തു കഴിഞ്ഞു. ഈ സമയത്ത് ആർക്കെങ്കിലും കർത്താവ് ഇടപെട്ട, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനാ വിഷയമെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അത്ഭുതം നടന്നു കഴിഞ്ഞു. ഈ സമയത്ത് സാക്ഷ്യം പറയുവാനുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ ഉള്ളവർക്ക് പറയാം. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോട്ടെ. ഈ സമയത്ത് കർത്താവ് ഞങ്ങളുടെ വേലയിൽ വിതച്ച ഓരോ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിൽ വർധനവുണ്ടാകും കേട്ടോ. ഈ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ദൈവം നൽകിയ ഓഹരിയിൽ നിന്നും ദശാംശങ്ങളായിക്കോട്ടെ, നിങ്ങൾ മാറ്റിവെച്ചതായിക്കോട്ടെ, ഇന്ന് വിതച്ചത് അനേകരുടെ ഇടയിൽ സുവിശേഷം എത്തിക്കുവാൻ, ലോകമെമ്പാടും കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ ഇത് ഉപകാരപ്പെടുത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും. ബിസിനസ്സിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, കർത്താവ് ഒരു കുറവും വരുത്തില്ല. എല്ലാ മേഖലയിലും നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. നന്മ കൊണ്ട് നിറയുന്നല്ലോ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥനയോടെ തന്നെ സാക്ഷ്യങ്ങളെ കേൾക്കാം. സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. ബ്രദറെ, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് പറഞ്ഞു മിസ്റ്റർ. ഇന്നലെ എന്റെ വീടിന്റെ അടുത്ത് ഒരു അമ്പലത്തില് ഇങ്ങനെ വെളിച്ചപ്പാട്. അപ്പൊ അവർക്ക് ഭയങ്കര അതില് അന്ധമായി വിശ്വസിച്ച് അങ്ങനെ നടക്കുന്ന ഒരു ഫാമിലി എന്റെ വീടിന്റെ തൊട്ടുണ്ടായിരുന്നു. ഞാനപ്പൊ അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കായിരുന്നു, എന്തെങ്കിലും എനിക്ക് ഇവരോട് സുവിശേഷം പറയാൻ പറ്റണേ എന്ന്. അങ്ങനെ ഇന്ന് ഞാൻ അവരുടെ വീട്ടിലേക്ക്, എന്റെ വീട്ടിലുണ്ടായ കുറച്ച് ചീരയും പറിച്ച് ഞാൻ അവർക്കത് കൊടുക്കാനായിട്ട് പോയി. അപ്പൊ എനിക്ക് ആ വീട് കണ്ടിട്ട് വളരെ സങ്കടം തോന്നി. ഒരു ശാപം നിറഞ്ഞൊരു വീട് പോലെ അത് കിടക്കണത്, ഉമ്മറ നിറയെ ഫോട്ടോകളൊക്കെ വെച്ചിട്ട്. അപ്പോ അയാളുടെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഭാര്യയുടെ അടുത്ത് ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടായി വീട്ടിലേക്ക് കടന്നു വരണേ എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു, ഇതൊരു ശപിക്കപ്പെട്ട വീടാ മോളെ, 10 കൊല്ലമായി വീട് പണിതിട്ടിട്ട് ഇന്ന് വരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ആകെ തേക്കാതെയും നന്നാക്കാതെയും കിടക്കുന്ന ഒരു വീട്. അപ്പോ അങ്ങനെ പറയരുത് ചേച്ചി, ശപിക്കപ്പെട്ട വീടെന്ന് പറയരുത്, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു പ്രാർത്ഥിച്ചോളൂന്ന്. ഞാൻ യേശുവിന്റെ നാമത്തില് ഈ ശാപങ്ങൾ അനുഗ്രഹമാക്കി മാറ്റണേ, ആ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും നൽകണേ, ഇവരുടെ മനസ്സിന് സമാധാനം കൊടുക്കണേ, അങ്ങനെ എല്ലാ കാര്യത്തിലും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ ചേച്ചി പൊട്ടിക്കരയാനിടയായി. അങ്ങനെ ആ സുവിശേഷം അവരെ ഏറ്റെടുത്തു. എനിക്ക് വളരെ സന്തോഷം തോന്നി ബ്രദറെ. തീർച്ചയായിട്ടും ഇനിയും തീർച്ചയായിട്ടും വലിയൊരു സാക്ഷ്യമാണ്. അവര് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ശവിക്കപ്പെട്ട കുടുംബമാണെന്ന് അവര് പറഞ്ഞു. എന്നാൽ ആ കുടുംബത്തിൽ പോയി കർത്താവിന്റെ സുവിശേഷം പറഞ്ഞ് ശാപത്തെ നീക്കുന്ന കർത്താവിന്റെ സുവിശേഷം അറിയിക്കും കർത്താവ് ഇടയായി തീർന്നു. ഇനിയും പ്രാർത്ഥിക്കുക. അനേക തകർന്ന ഭവനങ്ങളിൽ കർത്താവ് അയക്കും. അവരെ രക്ഷയിലേക്ക്, യേശുവിലേക്കും സമാധാനത്തിലേക്കും വരുവാൻ ഇടയാക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഇനി അനുഗ്രഹിക്കട്ടെ.
അമ്മീൻ അമ്മീൻ. ബ്രദറെ പറഞ്ഞു എനിക്കൊരു സാക്ഷി പറയാനുണ്ട്. ഇന്നലെ ഒരു ആലോചന പറഞ്ഞായിരുന്നു ഒരു മിനിറ്റ് ഒരാളൊന്ന് പറഞ്ഞോട്ടെ. ആ കൊല്ലംപറമ്പിൽ നിന്നും പറഞ്ഞോണ്ട് ഇന്നലെ ഒരു ആലോചന പറഞ്ഞായിരുന്നു. അവിടെ ഒരു പിതാവിന്റെ ഫോട്ടോ വട്ടമുഖമുള്ളതാണ്. അവർക്ക് ഒരു സ്ഥല സംബന്ധമായി കുരുക്കുകൾ കർത്താവ് അഴിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി ബ്രദർ പറയാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആരോ ഇടയ്ക്ക് കയറി പറഞ്ഞുകൊണ്ട് മുഴുവനും കേട്ടില്ല. പക്ഷെ ഈ ഭവനം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഭവനമാണ്. ആ പുള്ളിക്കാരിയോട് ഞാനിത് പറയുകയും ചെയ്തു, പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പുള്ളിക്കാരി അത് ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ സ്ഥലം വിൽക്കാനായിട്ട് ഇരിക്കണതാ. അത് ആരും അയൽക്കാരാരും അവിടെ വിൽക്കാൻ വരുന്നവരെ കൊണ്ട് വാങ്ങിക്കാനൊന്നും സമ്മതിക്കണില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിൽ കിടക്കുമായിരുന്നു. പക്ഷെ ആ ആലോചന മുഴുവനും ബാക്കി ബ്രദർ പറയാൻ പറ്റിയില്ല. അതിനുപാട് വേറെ ആരോ കയറി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ ആലോചന പൂർത്തിയായിട്ട് കേൾക്കാനും പറ്റിയില്ല. ആ സ്ഥല സംബന്ധമായിട്ടുള്ള വിഷയം തന്നെയാണ് സിസ്റ്ററെ. അത് ആ അപ്പച്ചനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പച്ചന് മരിച്ചു പോയതാ വട്ടമുഖമുള്ള. അവരാ സ്ഥലം വിൽക്കാനിട്ടേക്കും. ആ അപ്പച്ചന്റെയും ആ അമ്മച്ചിയുടെയും ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അവര് വേറെ സ്ഥലം വാങ്ങി വീടൊക്കെ പണിതു. എന്നിട്ട് ഈ വീട്ടിലെ അപ്പച്ചന്റെ അമ്മേനെ ഫോട്ടോ അവര് എടുത്തോണ്ട് പോയിട്ടില്ല. അത് ആ വീട്ടിൽ കിടക്കി വെച്ചേക്കുവാ. അത് വിൽക്കാനും ഇട്ടേക്കുവാ. അത് പ്രിയ സിസ്റ്റർ പറഞ്ഞ അവിടെ പറയണം. ഇന്ന് ആ സഹോദരിക്ക് ഇത് അയച്ചു കൊടുക്കണം. തുടർമാനമായിട്ട് കയറണം. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുരുക്ക് കിടപ്പുണ്ട്. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു കണ്ടില്ലേ, അവര് വീട് മാറി, പക്ഷേ അപ്പച്ചന്റെ അമ്മച്ചനെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. കർത്താവ് ആ പേര് വെളിപ്പെടുത്തിയായിരുന്നു, ആ വീട്ടുപേര് ദൈവം വെളിപ്പെടുത്തിയായിരുന്നു. ഞാനിത് എപ്പോഴും പറയുന്ന പോലെ ഈ ആലോചന കർത്താവ് കാണിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ആ ഒരു സ്ഥലത്തും ഇപ്പൊ ആ വീടിന്റെ അകവും കാണിക്കും. ആ വീടിന്റെ അകത്ത് എന്തൊക്കെയുണ്ട് അതാണ് കർത്താവ് പലപ്പോഴും വെളിപ്പെടുത്തുന്നത്. സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു വീട് മാറിയിട്ടും ആ ഫോട്ടോ അവിടെ വെച്ചു. ഇപ്പം ആ ഫോട്ടോ അവിടെ തന്നെയുണ്ട്. അപ്പൊ ആ ഫോട്ടോയുള്ള മുറിയാണ് അല്ലെങ്കിൽ ആ ഭവനത്തിന്റെ സ്ഥലമാണ് കാണിക്കുന്നത്. ആ സ്ഥലത്തിന്റെ അകത്താണ് നിർത്തി എന്നെ കാണിച്ചത്. അവരോട് പറയണം, ആ സ്ഥലത്തിന്റെ അകത്ത് വലിയൊരു കുരുക്കുണ്ട്. അത് ഭാവിയിൽ പോലും അവരെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പറയണം. വലിയൊരു സാക്ഷ്യമാക്കി ദൈവം അത് മാറ്റുമെന്ന് പറയണം കേട്ടോ. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. അവരെ ബലപ്പെടുത്തോടെ പറയുക കർത്താവിന്റെ നാമത്തിൽ. അതൊരു അയൽവാസികളെല്ലാം വാങ്ങിക്കാൻ വരുന്നവരോടെല്ലാം ഓരോ അകത്തി വിടുക, കച്ചവടം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് സാക്ഷ്യമാണ് സിസ്റ്റർ പറയണത്. അത്ഭുതമായി തന്നെ തീരുന്നു പറയണം കേട്ടോ. ദൈവം അത് പ്രവർത്തിക്കും. എനിക്ക് സാക്ഷ്യമല്ല ഞാൻ ഒരു കാര്യം ജസ്റ്റ് ഇപ്പൊ സഹോദരി പറഞ്ഞതിന്റെ കൊടുത്ത് പറയാം. എനിക്ക് പലപ്പോഴും തോന്നിയ കാര്യമാണ്. ബ്രദർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ബ്രദറിനെ കർത്താവ് പരിശുദ്ധാത്മാവ് ദർശനങ്ങൾ വെളിപ്പെടുത്തിയിരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചാടി കയറി ഏറ്റെടുത്തു. അങ്ങനെ വരുന്ന സമയത്ത് ബ്രദർ എന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രദർ ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് കയറി വിട്ടുപോകുന്നു. അപ്പൊ ഒരു അപേക്ഷ, കേൾക്കുന്നവരുടെ ഒരു അപേക്ഷ, ബ്രദറിന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന കാഴ്ചകൾ അല്ലെ ദർശനങ്ങളല്ല, അത് ഒന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞു തരാനുള്ള ഒരു സാവകാശം ദയവേത് കൊടുക്കണം. പിന്നെ അത് അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായിട്ടും പിക്ചർ തെളിഞ്ഞു വരും. അപ്പം ഇടയ്ക്ക് ബ്രദർ ചോദിക്കുമല്ലോ ഇന്ന ആളാണോ ഇന്ന ആളാണോ എന്ന് ചോദിച്ച് പോകുന്നതിന് ആ ഒരു ചോദ്യത്തിന്റെ ഒഴിവാക്കുകയും ചെയ്യാം. പൂർണ്ണമായിട്ട് മാത്രമല്ല നമുക്കാണ് ഗുണം ഉണ്ടാവുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകുതിക്ക് വെച്ച് എടുക്കുന്ന സമയത്ത് പുറകെ വരുന്ന കാര്യങ്ങൾ ഇപ്പൊ സഹോദരി പറഞ്ഞ പോലെ പൂർണ്ണമായി കേൾക്കാൻ പറ്റില്ലെന്ന് വരും. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പറയാണ്, നമുക്ക് തന്നെയായിരിക്കും അതിന്റെ ഗുണം ഉണ്ടാവുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. തീർച്ചയായിട്ടും ടോം സാർ പറഞ്ഞ പോലെ തന്നെ, നിങ്ങളത് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഈ നമ്മളൊരു സാധാരണ വചന ശുശ്രൂഷയേക്കാൾ ഉപരി പരിശുദ്ധാത്മാവ് നിങ്ങളിലും എന്നിലും ഒക്കെയും കർത്താവിന്റെ ചില ആലോചനകളിലൂടെ നമ്മൾ എവിടെയാണോ നമുക്ക് മുന്നോട്ട് ഭാവിയിൽ നമ്മുടെ ഭൂതകാലത്ത് എവിടെയാണോ നമ്മൾ അനുഗ്രഹവും തടസ്സവും നിൽക്കുന്നത് കർത്താവ് വെളിപ്പെടുത്തി നമുക്കതിൻ്റെ തടസ്സങ്ങൾ ദൈവം നീക്കി തരുവാണ്. അപ്പം പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ആത്മാവിൽ ഉണ്ടാകുന്നു. എനിക്ക് മാത്രമല്ലത്, നിങ്ങളുടെ ഉള്ളത്തിലും ദൈവം തരുന്നുണ്ട്. അപ്പം ആ ഒരു ഫ്ലോ ഉണ്ട്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ആലോചനകൾ വരുന്ന സമയത്ത്, കുറച്ചു മുമ്പ് നമ്മൾ ആ സ്ഥലത്തിൻ്റെ വിഷയത്തിൽ ആ സഹോദരി പറഞ്ഞ സമയത്ത് ഒന്നിലധികം ആളുകൾ ഇടപെട്ടു, ബ്രദർ അതെൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് തന്നെ കർത്താവ് ആ പേരും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെളിപ്പെടുത്തിയപ്പം ആ സഹോദരി പറഞ്ഞത് എൻ്റെ സഹോദരൻ തന്നെയാണ്. ആ ഷാജി എന്നുള്ള പേര് പറഞ്ഞപ്പം അപ്പോൾ ഓർത്ത് നോക്കി ആ സ്ഥലവും ആ വ്യക്തിയും യഥാർത്ഥത്തിൽ ഇവിടെ ആ സഹോദരി പറഞ്ഞിട്ട് പോലും, ബ്രദർ എനിക്ക് ഇന്നൊരു സ്ഥലമുണ്ട്, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുവാണ്, സ്ഥലത്തിൻ്റെ അകത്ത് കുറേ അവകാശങ്ങളുണ്ട്, കുറേ പ്രശ്നമുണ്ട്, അത് ഷാജി എൻ്റെ ചേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല.
അപ്പൊ കർത്താവിന് അത് മുഴുവനും നിങ്ങളുടെ വിഷയം എവിടെയാണോ ബ്ലോക്കായി കിടക്കുന്നത്, ആരിലാണോ പിശാച് സ്വാധീനിച്ചിരിക്കുന്നതെന്നൊക്കെ കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അത് തമ്പുരാൻ വെളിപ്പെടുത്തി അതിന്റെ വിഷയത്തിന്റെ മേൽ വിടുതലുകൾ തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കൂട്ടായ്മ വരുമ്പോൾ ശ്രദ്ധിച്ചോണം. ആലോചനകൾക്കകത്ത് നിങ്ങൾക്ക് വേണ്ടത് ഇതൊരു പസില് പോലെയാണ്. ഇത് നിങ്ങളുടെ അകത്ത് കർത്താവ് ചെതറിക്കിടക്കുന്നതിനെ ചേർത്ത് ദൈവം നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമ. എനിക്കറിയാം നമ്മുടെ ഉള്ളിൽ വലിയ വലിയ എക്സൈറ്റഡ് ആവും. എനിക്കറിയാം കർത്താവിൻ്റെ ആലോചനകൾ എനിക്കും നിങ്ങൾക്കും എല്ലാം. ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കൃപയാണ്. ആ സഹോദരി ഏത് സ്ഥലത്തുള്ളതെന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് കയറുന്നവരായിരിക്കും. നിങ്ങൾ എങ്ങനെ ഇരിക്കണമെന്നോ നിങ്ങളുടെ ഭവനം എങ്ങനെയാണെന്നോ ഭവനത്തിലെ ആളുകളുടെ പേരുകളോ ഒന്നും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഒരിക്കലും ബ്രദറിന് വന്ന് കാണണമെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് ബ്രദറിന് മാത്രമല്ല ഒരു മനുഷ്യർക്ക് കാണണമെങ്കിൽ അതിൻ്റെ അകത്തൊരു CC ക്യാമറ വെക്കണം. അങ്ങനെയാണ് കർത്താവ് പല കാര്യം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. ദൈവം നമ്മളെ തൊടുവാൻ ആഗ്രഹിക്കുവാണ്. കർത്താവ് നമ്മളെ സഹായിക്കുവാൻ. ഞാനൊരു മുഖാന്തരം, അത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്, ഞാനൊരു മുഖാന്തരം മാത്രമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഒരാളെ ആക്കി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനെ ദൈവം ഭാഗ്യം ലഭിച്ചു, കൃപ ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാവരും ക്ഷമയോടെ ശ്രദ്ധയോടെ ഇരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. കേട്ടോ ആ ഞാൻ ഇന്നലെ ഞങ്ങള് വയനാടായിരുന്നു. ഞാനും എന്റെ മോനും മോന്റെ ഭാര്യയും കൂടി ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഇവിടെ രാത്രി വണ്ടി ഓടിച്ചിട്ട് വരുമ്പോ രാത്രി 2 മണിയായി ഇവിടെ എത്തുമ്പോ. ഭയങ്കര തലവേദനയായിരുന്നു. അതേപോലെ മോന്റെ ഭാര്യയ്ക്കും തലവേദന, ഛർദ്ദിക്കാൻ വരെയൊക്കെ ആയിരുന്നു. പിന്നെ മോന്റെ ഭാര്യ 2-3 പ്രാവശ്യം പകല് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു യാത്ര ചെയ്തു. അപ്പൊ എനിക്ക് രാവിലെ മുതലേ തലവേദന എനിക്ക് ഇരിക്കാൻ കഴിയില്ലായിരുന്നു. അത്ര ഒത്തിരി പണിയുണ്ടത്. കുറച്ച് ദിവസമായിരുന്നു ഇത് പോയിട്ട്. അപ്പൊ എന്നിട്ട് ഞങ്ങള് ഭയങ്കര പാരമ്പര്യത്തിരിക്കുവായിരുന്നു. അപ്പൊ വൈകുന്നേരം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തലവേദന, ഞാൻ തലയിൽ കഴിയുന്ന ഓർത്തിന് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ഈ തലവേദന ഒന്ന് മാറ്റി തരണം, ഛർദ്ദിക്കാനും വരുവാനും മാറ്റി തരണം പറയുമ്പോൾ തലയിട്ട് ഇവിടുന്ന് എന്തോ ഒരു ഭാരം അങ്ങ് മാറി, എന്തോ ഒരു സാധനം അങ്ങ് മാറിപ്പോകുമ്പോൾ തോന്നി പക്ഷേ. അപ്പൊ ആ തലവേദന എനിക്ക് മാറിപ്പോയി. ഛർദ്ദിക്കാൻ വരുന്ന വിഷമം മാറിപ്പോയി. കർത്താവേ പൂർണ്ണ സൗഖ്യം പറഞ്ഞവൻ അത്രയും ആമേൻ. അത്രയും ബുദ്ധിമുട്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അത്രയും അസ്വസ്ഥമായിട്ടിരുന്ന വേദന പൂർണ്ണമായും കർത്താവ് സൗഖ്യമാക്കി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അനേകർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിച്ചോണം. അനേകരോട് പറയണം, കർത്താവ് എന്നെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളെയും വിടുവിക്കുമെന്ന് പറയണം. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. എന്റെ മകന് ഒരു എക്സാം, ഞാൻ പറഞ്ഞു ഡൽഹി പോയിട്ട് പിന്നെ ചെക്ക് റിപ്പബ്ലിക്ക് പോലെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റത്തെ തോറ്റു പോകുന്നു പാസ്റ്റ് പറഞ്ഞു. ഫസ്റ്റത്തെ തോറ്റുപോയി. രണ്ടാമത്തെ ഇപ്പൊ റിസൾട്ട് ഇന്നലെ വന്നു, അവൻ പാസ്സായി. ഇനി ഡൽഹി പോയിട്ട് ഒരു എംബസി പോയിട്ട് ഒരു എക്സാം ഉണ്ട്, അതും കൂടി പാസ്സായാലും അവനെ യൂറോപ്പിലേക്ക് പോകാനുള്ള വഴി തുറക്കും, ദൈവം തുറക്കും. അതിനായി സ്തോത്രം പറയാണ്. പിന്നെ ഞങ്ങൾക്കൊരു 3.5 സെന്റ് സ്ഥലം വിൽക്കാണ്ട് പാസ്റ്റർ. 10 കൊല്ലം വിൽക്കാൻ ശ്രമിച്ചിട്ട് ഇതുവരെ വിൽക്കാൻ പറ്റുന്നില്ല. അത് അത്ഭുതമായി തീരുന്ന സിസ്റ്ററെ. കർത്താവിന്റെ ഈ നിമിഷങ്ങളിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരോടും ഞാൻ പറയുവാണ്, വചനം നിങ്ങൾ കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ സകല കാര്യങ്ങളും അത്ഭുതമായി മാറും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. അവന്റെ കർത്താവ് വഴി തുറക്കും. അത് ദൈവം സിസ്റ്റർ പറഞ്ഞത് തന്നെ, ആ പരാജയം ഉണ്ടെങ്കിലും കർത്താവിന്റെ മേൽ ജയം കൊടുത്തു. രാജ്യങ്ങളുടെ വഴി തുറക്കും. സമാധാനത്തോടെ അവനോട് എത്തും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ. പറഞ്ഞു. ഇന്നലെ ഞാൻ സീറ്റിൽ നിന്ന് എണീക്കുമ്പോ വെയിറ്റ് മുഴുവൻ തള്ളവിരൽ കൊടുത്ത് എഴുന്നേറ്റായിരുന്നു. അപ്പോ എന്തോ കൈക്കപ്പം എന്തോ വല്ലാണ്ടായി. അപ്പൊ രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര വേദന, ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പൊ രാവിലെ എഴുന്നേറ്റ് എന്നെ എതിർക്കുന്ന ശത്രുക്കളെ യഹോവയുടെ മുന്നിൽ തോൽക്കുമാറാക്കും, അങ്ങനെ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോ കൈക്ക് നല്ല നീരും തടിപ്പും ഉണ്ടായിരുന്നു. അത് രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് 6 മണിക്കായിരുന്നു പ്രാർത്ഥിച്ചത്. ആ നിമിഷം തന്നെ അത് മാറ്റപ്പെട്ടു. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും വചനം പറഞ്ഞ് ജയത്തെടുക്കുക. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. ജീവനും നന്മയും വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു സിസ്റ്റർ. അത് കഴിഞ്ഞ ദിവസം കീമോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിവറിലേക്ക് സ്പ്രെഡ് ആയിണ്ട്, പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് റിപ്പോർട്ടില് ലിവറിലൊന്നുമില്ല. ബ്രദർ പറയുന്ന സമയത്തൊക്കെ ഞാൻ തൊട്ട് പ്രാർത്ഥിക്കലുണ്ടായിരുന്നു. അപ്പം ബ്രദറിലൊന്നും ഇല്ലാന്ന് പറഞ്ഞ്. പിന്നെ ബ്രസ്റ്റിലുള്ളതാ ഉള്ളത്. അത് പിന്നെ
ഡോക്ടറെ കാണിച്ചിട്ട് ഹീമോ ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞ സർജറി ഡോക്ടറെ കാണിക്കണം പറഞ്ഞ് സർജറി ചെയ്യാനുണ്ടെന്നാണ്. അപ്പൊ സർജറി ഡോക്ടറെ കാണിച്ച് അപ്പൊ വിളിക്കാന്ന് പറഞ്ഞതേന് എന്നെ വിളിച്ചില്ല ഒരാഴ്ചയായിട്ട്. അപ്പൊ ഇന്ന് ഞാൻ പോയി നോക്കിയപ്പോ ഡോക്ടർ സംസാരിച്ചപ്പോ സർജറി വേണ്ടാന്ന് പറഞ്ഞ്. ബ്രദർ കുറച്ച് മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ സർജറി ഒന്നും വേണ്ടി വരികയില്ല, ധൈര്യത്തിൽ പോയിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവറിലും ഇല്ല, ബ്രസ്റ്റില് ഇതിപ്പോ കുറഞ്ഞു പോയി, സർജറിയും വേണ്ട, ഇനി കീമോ ഡോക്ടർ ഒന്ന് കാണണം എന്ന് പറഞ്ഞ്. അത് ഓ, ഇത് ചെലപ്പോ വലിയൊരു എന്താ അത്ഭുതം. ഇത് വലിയൊരു വലിയൊരു അത്ഭുതം തന്നെ. അത്ഭുതമാണ് ഫെറിയ സിസ്റ്റർ പറഞ്ഞത് കരളിലോട്ടല്ലേ, കരളിലോട്ട് അത് ലിവർ ബാധിച്ചു, അത് ലിവറിനെ ബാധിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു പ്രശ്നമായിരുന്നു. ഡോക്ടർ ഇത് സർജറി വേണമെന്ന് നിർബന്ധം പറഞ്ഞ വിഷയമായിരുന്നു. പക്ഷെ സിസ്റ്റർ കർത്താവിൽ അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം. സകല വാതിലും അടയുമ്പോൾ ബുദ്ധിയിൽ ഊന്നരുത്, കർത്താവിൽ ആശ്രയിക്കുന്ന തെളിവാണ്. സഹോദരി കർത്താവിൽ ആശ്രയിച്ചു. ആ ദിവസങ്ങളിൽ വചനം പറഞ്ഞു, കൂട്ടായ്മയിൽ ബലപ്പെട്ടു. അവിടെ നിന്ന് വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഓപ്പറേഷൻ വേണ്ട, കർത്താവിന് ഇടപെട്ടു. ഓപ്പറേഷൻ ഇല്ലാതെ കർത്താവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അവസാനം കൊണ്ട് കാണിച്ചു, ലിവറിലേക്ക് അത് വന്നിട്ടില്ല. അത് കർത്താവിന്റെ നാമത്തിൽ സാക്ഷി. അത് ഡോക്ടർ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു വേണ്ട, സർജറി വേണ്ട എന്ന് പറയുവാൻ ഇടയായത്തിന് സിസ്റ്റർ പറഞ്ഞോണം. ഇനി അടുത്തത് ഞാൻ കാണുമ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല, ഞാനത് സാക്ഷിയായി തീരുമെന്നുള്ളത് തന്നെ പറഞ്ഞുകൊണ്ട് വെക്കണം. വലിയ പ്രവൃത്തിയാൽ കർത്താവ് നിറക്കിക്കോട്ടെ. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് കേട്ടോ. ഇത് സർജറി വേണമെന്ന് പറഞ്ഞ അതേ ഡോക്ടർ തന്നെ അത് വേണ്ട എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അവർ വിശ്വസിച്ചു, കർത്താവ് അത് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പാസ് ചെയ്ത് ഞാൻ സാക്ഷ്യം പറയല്ല, ഞാനിത് ആദ്യമായിട്ട് ഞാൻ സൂമിനകത്ത് കയറിയതാണ്. എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എന്റെ സഹോദരൻ പ്രസാദ് വളരെ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുക, കടബാധ്യതയും രോഗത്താലും ആരംഭിച്ചുകൊണ്ടിരിക്കുക. എത്രയും വസ്തു ഒന്ന് വിൽക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞിന് തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി എല്ലാ വിഷയത്തിന്റെ മേൽ അത്ഭുതം നടന്നു കഴിഞ്ഞു. സിസ്റ്ററുടെ പ്രെയർ റിക്വസ്റ്റ് സിസ്റ്റർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ അയക്കുക. നമ്മുടെ പ്രെയർ ലൈൻ നമ്പറുകളാണ് അത്. കർത്താവിന്റെ നാമത്തിൽ അത് നിങ്ങൾക്ക് സാക്ഷ്യങ്ങളെയും വിളിച്ചറിയിക്കാനുള്ള നമ്പറുകളാണ് ഇതൊക്കെയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. വലിയ പ്രവൃത്തിയാൽ കർത്താവ് നടക്കും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പാസ്റ്റർ, ഹലോ, സ്വോത്രം പാസ്റ്റർ. പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് റൂമിൽ കയറുന്നത്. അപ്പൊ എന്റെ മൂത്ത മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആള് പണ്ട് വിശ്വാസിയായിരുന്നു, ആള് പ്രാർത്ഥനയിൽ ആയിരുന്നു. ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോണില്ല അവള്. അപ്പൊ അതുകൊണ്ട് പാസ്റ്റർ ആ വിഷയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം. സിസ്റ്റർ, ഞാൻ പറഞ്ഞ തന്നെ എല്ലാ വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകളും സാക്ഷ്യങ്ങളും ഈ നമ്പറുകളിലേക്ക് അയക്കുക. താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പരും ഉണ്ട്. അപ്പോൾ കർത്താവ് ഈ സമയം സാക്ഷ്യത്തിന്റെ സമയമാണ്. നന്ദി പറഞ്ഞാൽ മതി. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നല്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞതുകൊണ്ടാണ്. കർത്താവ് അത് പ്രവർത്തിച്ചു കഴിഞ്ഞു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഹലോ, പറഞ്ഞോ. കേൾക്കുന്നുണ്ടോ? മാസ്റ്ററെ, ഒരു സാക്ഷിയുണ്ട് പറയാന്. മാസ്റ്റർ പറഞ്ഞില്ലേ, പിന്നെ കർത്തൃമേശ എടുക്കുമ്പോ നമ്മള് ആ അപ്പം കൈ പിടിച്ച് നമ്മൾ പറയണ്ട, നമ്മൾ എന്തിനാ ഇത് കഴിക്കുന്നത്, എന്താ കഴിക്കുന്നത് എന്നുള്ള ഒരു ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ അപ്പം കഴിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ ഭയങ്കര ഭാരം, വിഷമങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മളെ പ്രാർത്ഥനാ ഗ്രൂപ്പില് രാവിലെ 5 മണിക്ക് കർത്തൃമേശ എടുക്കും. അപ്പൊ പിന്നെ ആ സമയത്ത് പാസ്റ്റർ പറഞ്ഞു, ഇതുവരെ ആരും പറഞ്ഞു തന്നില്ല. അപ്പൊ ഞാൻ അതുപോലെ പറഞ്ഞു, ഇന്ന് എന്റെ മനസ്സിന്റെ ഭാരം മാറും, അതിനാ ഞാൻ ഇത് കഴിക്കുന്നത്. അപ്പം കൈപിടിച്ച് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ കർത്തൃമേശ കഴിഞ്ഞ് പ്രാർത്ഥനാ ഗ്രൂപ്പ് കഴിഞ്ഞ് 6 മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പായിൽ ഇരുന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണു ചിമ്മിപ്പോയി, ഉറക്കം വന്ന പോലെ. അപ്പൊ എന്റെ വായിലേക്ക് ഒരു ചെറിയൊരു ബോട്ടില്, കുറച്ച് വണ്ണമുള്ള ഒരു ബോട്ടിൽ ഒരു വെള്ളം എന്റെ വായിലേക്ക് തരുക. അത് ആ വെള്ളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുടിക്കുന്ന വെള്ളം എന്നല്ല, അതൊരു എന്താ പറയണ്ടേ, ഒരു പളങ്ക് പോലത്തെ ഒരു വെള്ളം, ഒരു മുഴുത്ത പോലത്തെ ഒരു വെള്ളം എന്റെ വായിൽ. ഞാനത് നുണച്ചിറക്കി ബ്രദറെ. അപ്പൊ എന്റെ ആ മനസ്സിലുള്ള ഭാരം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ശരീരേ ഭാരമില്ലാത്ത ഒരവസ്ഥയിലായി. എനിക്ക് മാനസികമായ ഒരു സന്തോഷം വന്നു ബ്രദറെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ആ വെള്ളം എന്താണെന്ന് അത് നമ്മള് അത് ഞാൻ എന്റെ വായിലേക്ക് വന്നത് ഞാൻ എന്റെ കണ്ണോട് ഞാൻ കാണുന്നുണ്ട്, എന്റെ ആത്മീയ കണ്ണുകൊണ്ട് അത് കാണുന്നുണ്ട്. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അതുപോലെ തന്നെ ബ്രദർ ഇപ്പം പറഞ്ഞേ,
പിന്നെ കുടുംബത്തിൽ നമുക്ക് കിട്ടിയ ശാപങ്ങള്. എനിക്ക് ശാപം കിട്ടിയിരുന്നാല് എന്റെ അമ്മായിയമ്മ തന്നെ പറഞ്ഞതാണ്, മക്കളെ കിട്ടിയവർക്ക് ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് ബ്രദറെ. ആ ചെറിയ മക്കള് ചെറിയ പ്രായത്തിലുള്ള സമയത്ത് പറഞ്ഞതാ. അതുപോലെ തന്നെ എന്റെ മക്കൾ രണ്ടാളും ഉദ്യോഗസ്ഥന്മാരാ. പക്ഷേങ്കിൽ അവർക്ക് ഞാൻ യേശുവിന്റെ വിശ്വാസത്തിൽ വന്നുകൊണ്ട് അവർക്ക് എന്നെ ഇഷ്ടമല്ലാത്ത പോലെ ബ്രദറെ. ഒന്നും അമ്മ എന്നുള്ള ഒരു അമ്മയോട് നന്നായി ഒരു പെരുമാറില്ല. എപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന്റെ കുറ്റം, പ്രാർത്ഥിക്കുന്നതിന്റെ കുറ്റം, അതിന്റെ ഒരു കണ്ടുകൂടാത്ത പോലത്തെ അവസ്ഥ. ആ ശാപം ശരിക്കും ഉള്ളത് തന്നെയാണ്. എന്നാൽ ഇന്ന് അവർക്ക് ഉദ്യോഗസ്ഥന്മാർ രണ്ടാളും ആർമിയിലാന്ന്. പക്ഷേങ്കിൽ അവർക്ക് ഒന്നും അമ്മ എന്നുള്ള ഇത് എന്നോട് പറയാം, അങ്ങക്കൊന്നും അസുഖം വന്നാൽ നമ്മൾ നോക്കൂല. പക്ഷെ ഞാൻ പറയാം, എനിക്ക് അസുഖം വന്നാലല്ലേ, എനിക്ക് എന്റെ ദൈവം ഒരു അസുഖവും തരില്ല. ഞാൻ അതുപോലെ തന്നെ ഒരു മരുന്നും കഴിക്കാത്തൊരു വ്യക്തിയാണ്. ഒന്നും കഴിക്കില്ല, മരുന്നേ ഞാൻ കഴിക്കില്ല. അതുപോലെ തന്നെ ഇപ്പം ബ്രദർ പറഞ്ഞില്ലേ ആ സഹോദരിയോട്, പിന്നെ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വചനമില്ല. അതുപോലെ ആ മദ്യത്തിന് എതിരായിട്ടുള്ള ഒരു വചനം ബ്രദർ എനിക്ക് തരണം. അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, യേശുവിലേക്ക് വരണം, അവര് വിശ്വാസത്തിൽ. തീർച്ചയായിട്ടും സിസ്റ്ററെ, അത് സാക്ഷിയായിട്ട് കർത്താവ് മാറ്റും. അതിനുള്ള വാക്യങ്ങളൊക്കെ അയച്ചു തരാം. ഈ നമ്പറുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ബലപ്പെടുക. കർത്താവ് കൊടുത്ത സമാധാനത്തിനും കർത്തൃമേശയിലൂടെ ദൈവം കൊടുത്ത സ്വസ്ഥതയ്ക്കും നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയൂ. പറഞ്ഞു. ഹലോ ബ്രദർ. പറഞ്ഞു ഹലോ. സിസ്റ്ററെ, പറഞ്ഞു സിസ്റ്ററെ. ഇന്നലെ ബ്രദർ പറഞ്ഞില്ലേ റോഡുമെന്ന് ഇടത് ഭാഗത്തെ കൂടെ ഒരു ചാല്, വെള്ളം പോകുന്ന ചാല് ഉള്ള ഒരു വീടിനെ പറ്റി ബ്രദർ ഇന്നലെ പറഞ്ഞില്ലേ? അത് എന്റെ വീടാ ബ്രദർ. ബ്രദർ പറഞ്ഞു അവിടെ പാമ്പിന്റെ സ്വപ്നം കാണുന്നത് ഞാനാണ്. വലിയ പാമ്പിന്റെ സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി ഉണരാറുണ്ട് ബ്രദർ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്ന നമ്മുടെ സ്വപ്നങ്ങളെ പോലും ആ സ്ഥലത്തെയും വീടിനെയും കർത്താവ് ഇന്നലെ വെളിപ്പെടുത്തി. സിസ്റ്റർ പറഞ്ഞുള്ളത് തന്നെ, ആ സ്വപ്നത്തെ കർത്താവ് പിശാചിന്റെ തന്ത്രമാണ്. യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ലൂക്കോസ് 10:18 പറഞ്ഞോണം. ആ വചനം പറഞ്ഞ് കിടന്നോണം. ഇനി ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ആ ദേശത്ത് തന്നെ കർത്താവ് സാക്ഷിവാക്കാൻ വേണ്ടി പോകും കേട്ടോ. അത്ഭുതം സാക്ഷിവാക്കാൻ. നമ്മുടെ തറവാട് വീടായതുകൊണ്ട് ഞങ്ങളത് വിൽച്ചിട്ടാ ഉള്ളത്. പക്ഷെ ഇപ്പൊ അത് അത്ഭുതമായി തരാൻ വേണ്ടി പോകും. വലിയൊരു സ്വസ്ഥതയെ കർത്താവ് തരും കേട്ടോ. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. നല്ലൊരു ഭവനത്തിലേക്ക് മാറുന്നതിന് ബ്രദർ ആമേൻ. അത് ഏറ്റെടുത്തോണം. ആമേൻ. അത് ഏറ്റെടുത്തോണം. എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം. അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനത്തിലേക്ക് ദൈവം മാറ്റാൻ വേണ്ടി പോകും കേട്ടോ. യേശുവേ നന്ദി കർത്താവേ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ പേര് പൊന്നമ്മ വർഗീസ്. ഞാൻ ദുർലായിന്ന് വിളിക്കാം. എന്റെ മകന് വേണ്ടി, ബിനോയ്ക്ക് വേണ്ടി ബ്രദർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പിന്നെ അവന് കാലിന് ഫുഡ് ഡ്രോപ്പ് ആയിരുന്നു. നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറവുണ്ട്. ഒരു ബ്രദറിന്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടായിരുന്നല്ലോ, ഭ്രാന്തും ചിത്തഭ്രമവും ഒക്കെ ഓരോ വീടുകളിലുണ്ടെന്ന്. അത് എന്റെ ഭവനത്തില് പുരാതന കാലം മുതലേ ഈ ചിത്തഭ്രമം ഉള്ള ഒരു വീട് പോലെ ഉണ്ട്. ഈ ആണുങ്ങൾക്കെല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് എന്റെ മകനും ഉണ്ട്. പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. മെഡിസിൻ കൊടുക്കുന്നുണ്ട്. പ്രാർത്ഥന ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലൂടെ എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേലും സമാധാനവും സന്തോഷവും ശാപവും മുക്തിയും വന്നിരിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞോണം. കർത്താവ് വലിയൊരു സമാധാനവും വിടുതലും ചെയ്തിരിക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റൊരാളുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ സാക്ഷിയുള്ളവര്. ഹലോ ബ്രദർ. പിന്നെ ഇവിടുന്ന് നമ്മൾ കൊല്ലത്ത് ആരാധനയ്ക്ക് വന്നല്ലേ ബ്രദർ, നമ്മൾ പാറശാലയെന്ന്. അപ്പൊ നമ്മളെ കൂടെ വന്ന ഒരു സഹോദരി കലയെന്ന് പറയും. അപ്പൊ ആ സഹോദരിയുടെ മകൾക്ക് കോളേജില് കൊച്ച് ഇവിടെ കൃഷ്ണ കോളേജിൽ പഠിക്കുകയാണ്, ഡോക്ടർ ഓഫ് ഫാർമസി. ആ കൊച്ചിന് കോളേജ് ഫീസ് അടയ്ക്കാൻ പറ്റാതെ ആ കൊച്ച് ഇപ്പൊ പുറത്താണ്, വെളിയിൽ അവര് കോളേജിൽ കയറ്റുന്നില്ല. അപ്പൊ അടയ്ക്കാൻ ഒരു നിവൃത്തിയും കിട്ടുന്നില്ല. അവരുടെ മകൻ ഗൾഫിൽ പോയിട്ട് അവിടെയും അവര് ശമ്പളമൊന്നും കൊടുക്കാതെ അങ്ങനെ തടങ്കിൽ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ആ മകനും. പിന്നെ അവരുടെ ഹസ്ബൻഡിനാണെങ്കിൽ ഇപ്പൊ ഷുഗറൊക്കെ കൂടി വിരല് മുറിക്കേണ്ട അവസ്ഥ വന്ന്. ഇപ്പൊ അതെല്ലാം ഇപ്പൊ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതും ചികിത്സയിലാണ്.
പിന്നെ അവർക്ക് ഒന്നും എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയാൻ പാടില്ല. ബ്രദർ അന്ന് പിന്നെ ആധാരത്തിന്റെ കുരുക്ക് എന്ന് പറഞ്ഞ കക്ഷി പ്രമാണം വാങ്ങിച്ചു വച്ചിരുന്നില്ലേ ബ്രദർ, ആ കക്ഷിയുടെയാണ്. പക്ഷെ അന്ന് അവർക്ക് ആ മകള് എപ്പോഴും ഭാരപ്പെടുന്നു ബ്രദർ. പിന്നെ മകൾക്ക് കോളേജ് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, അമ്മ എനിക്ക് അടയ്ക്കാൻ പറ്റൂലേ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഏത് വഴിയായാലും അത്ഭുതം ചെയ്യണം ബ്രദർ. അത്ഭുതം ചെയ്യാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് തീർച്ചയായിട്ടും അത്ഭുതം ചെയ്തിട്ട് അവരെ വിളിച്ച് പറയണം, ഒന്നും പേടിക്കണ്ട, യഹോവ ഈരെ, ദൈവം കരുതും. അത് മാത്രം, ആ വചനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയണം. വലിയ അത്ഭുതം അവിടെ കർത്താവ് തുറക്കും കേട്ടോ. കർത്താവ് അവിടെ അത്ഭുതം ചെയ്ത് കഴിഞ്ഞു, ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ഇതുവരെ കാണാത്ത വഴികളെ കർത്താവ് തുറക്കും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദർ, ഞാൻ സാക്ഷ്യം പറയാൻ പറഞ്ഞു. വേണ്ടിയായിരുന്നു. കേട്ടില്ല, ഹലോ പറഞ്ഞു. ഹലോ എനിക്കൊരു സാക്ഷ്യമുണ്ട് ബ്രദർ. ഇന്ന് പറഞ്ഞു. വൈകിട്ട് ഒരു 4 മണിക്ക് തുണികളൊക്കെ കാലത്ത് മുക്കി വെച്ചതായിരുന്നു. അപ്പൊ അത് അലക്കായിരിക്കുന്നു. പെട്ടെന്നാണ് എന്റെ വലത് കാലിന്റെ അവിടെ, ഈ കണ്ണങ്കാലിന്റെ അവിടെ നല്ലൊരു വേദന